ഇതാ പഴയ സൃഷ്ടിയെ ഉൽപ്പത്തി 2:7 പഴയ സൃഷ്ടി ഉണ്ടാക്കാൻ പോവുക. ഇതാ വിൽസൺ കസേരയിൽ നിങ്ങൾ വരികയാണ്. ഭൂമിയിൽ നിന്ന് മണ്ണെടുത്ത് ഇതാ ഒരു മനുഷ്യനെ ഉണ്ടാക്കിയാണ്. ഇതാണ് ഒന്നാമത്തെ മനുഷ്യൻ. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് വേണം ഒരു മനുഷ്യനെ ഉണ്ടാക്കി. ഇതാണ് പഴയ സൃഷ്ടി. ഈ പഴയ സൃഷ്ടി ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ. പിന്നെ ഒരുവൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയായി. കുഞ്ഞു മുന്നോട്ടേക്ക് വന്നേ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ഒരാടിനും ഒരു പശുവിനും ഒരു പോത്തിനും ഒരു സൃഷ്ടിക്കും ഇല്ലാത്തൊരു ഫെസിലിറ്റിയാണ് ട്വിൻ സൃഷ്ടിപ്പ്, ഇരട്ട സൃഷ്ടിപ്പ്. ഇത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. ഇതാണ് പഴയ സൃഷ്ടിപ്പ്, മരണമുള്ളത്. ഇതാണ് പുതിയ സൃഷ്ടിപ്പ്. ഈ വ്യക്തിയെക്കുറിച്ച്, ഈ സൃഷ്ടിപ്പിനെ കുറിച്ച് ഇവൻ ക്രിസ്ത്യാനികൾക്ക് പോലും അറിയുന്നത് വിരളമാണ്. ഇത് മനസ്സിലാക്കുക. നാം ഇന്ന് എക്സസൈസ് ചെയ്യുന്ന മുഴുവൻ ഈ വ്യക്തിയിലാണ്. അന്നവസ്ത്രാദി സർവ്വ നന്മകളും അന്വേഷിച്ച് നടക്കുന്നത് ഈ പുള്ളിയാണ്. നിങ്ങൾ ഇന്ന് IT ഫീൽഡിലാണെങ്കിലും രാഷ്ട്രീയ ഫീൽഡിലാണെങ്കിലും ബിസിനസ് ഫീൽഡിലാണെങ്കിലും അതല്ല ഈ വ്യക്തിയാണ്. എന്നാൽ പുതിയ സൃഷ്ടിയെ ക്രിസ്തുവിന്റെ ജനറേഷൻ, ഇത് ആത്മാവാണ്, ഇത് ജഡമാണ്. So here we have two persons. One is Wilson and other is Kunjuman brother. Both of them. Wilson here depicts the old creation. He has been created out of mud, and the old creation is what seeks physical goods like food, clothing, shelter, homes. The old person is the one that does business, that does work, that tries to earn money. The new creation here represented by Kunjuman brother, who is wearing the white shirt. Once you are in Christ, you become the new creation. And the new creation seeks for word from the Father from heaven so that he is spiritually enriched. यहाँ पर मंच पर दो भाई हैं, विल्सन भाई और कुंजमोन भाई. और विल्सन भाई दिखाता है पुराना सृष्टि और कुंजमोन भाई जो सफ़ेद शर्ट पहने वो नई सृष्टि है. पुरानी सृष्टि के लिए पुराना आदमी के लिए ही हम अन्न वस्त्र और सारी आशाओं के पीछे हम उसकी खोज करते हैं. लेकिन नई सृष्टि में उसकी इच्छा है कि पिता परमेश्वर से बातों को सुने और उसके अनुसार चले. ശ്രദ്ധിക്കുക, ഇവരുടെ രണ്ടുപേരുടെ പ്രൊഫഷൻസ് ശ്രദ്ധിക്കുക. ഈ പുള്ളി ചിലപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവറായിരിക്കാം, IT എഞ്ചിനീയർ ആയിരിക്കാം, അല്ലെന്തെങ്കിലും ബിസിനസ്സുകാരനായിരിക്കാം, പാസ്റ്ററായിരിക്കാം, പള്ളിയിലച്ചനായിരിക്കാം, ആരും ആയിക്കോളാം. ആരെങ്കിലുമൊക്കെ ആയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ 50, 55, 60 വയസ്സൊക്കെ ആകുമ്പോൾ പറഞ്ഞു വിടും, റിട്ടയറായി. അതിനുശേഷം കുറച്ച് ദിവസമുള്ള സെമിത്തേരിയിലേക്ക് പോകും. ഇതാണ് പുള്ളിയുടെ വിഷയം. എന്നാൽ ഈ പുള്ളി ആരാണെന്നറിയാമോ? പ്രപഞ്ച സൃഷ്ടാവിൻ്റെ മകനാണ്. 2, യേശു ക്രിസ്തുവിൻ്റെ സഹോദരനാണ്. മറ്റൊന്ന് ഈ ഭൂമിയുടെ രാജാവാണ്. മരണമില്ലാത്തവനാണ്. സൃഷ്ടികർമ്മം നോക്കുക, മരണമില്ലാത്തവനാണ്, നിത്യം ജീവിക്കേണ്ടവനാണ്. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടാൽ പിന്നെ എങ്ങോട്ടേക്ക് തിരിയുമായിരുന്നു? ഈ വ്യക്തിയിലേക്ക് തിരിയുമായിരുന്നു. ഇത് പൗലോസ് കണ്ടിട്ടാണ് ഈ പറയുന്നത്. പൗലോസ് പറയാണ്, ഈ വ്യക്തി ജീവിക്കുന്ന സ്വർഗരാജ്യത്തിലും ഈ വ്യക്തി ജീവിക്കുന്ന ഭൂമിയിലും. ഇത് പുറകിലുള്ള ജീവിതം. ഞങ്ങൾ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി ക്രിസ്തയേശുവിൽ, ആദത്തിലല്ല, ക്രിസ്തയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ഞങ്ങൾ ലാഖിലേക്ക് ഓടുകയാ. നമ്മൾ ഓടാത്തതിൻ്റെ കാരണം ഇത് കണ്ടിട്ടില്ല, ഈ വിരുദ് കണ്ടിട്ടില്ല. ഇത് കണ്ടവനോടും കാണാത്തവൻ ഓടത്തില്ല. അവൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഉറക്കെ പിടിക്കുക, ഉറക്കെ പിടിച്ച് പ്രാർത്ഥിക്കുക, ഉറക്കെ ആരാധിക്കുക, ഒരു കാലും കൂടി പറയേ അന്നങ്ങ് ഇപ്പം കിട്ടും എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റവൻ ഇതൊന്നുമല്ല. യേശു പറഞ്ഞു, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെ നിന്റെ പുറകെ എത്തും. So the old creation is what we see, and the old creation, maybe he's the physical being that you see, maybe he's an auto rickshaw driver, or maybe he's an engineer or a businessman and whatnot. And he will do his work on earth. He may work till 60, 65 years, after which he will retire, and few years after that he will go to the dust and perish. On the other hand, the characteristics of the new creation is that the new creation is the Son of God. He's a Son of God, and he's also the brother of our Lord and Savior Jesus Christ, and he's also eternal. He never dies. And once you realize this, once you have seen the old man, once you have seen the new man, you will be fixing your eyes on the new man rather than on the old man, because as Paul says that he is leaving behind what is there and running towards the prize that is in heaven, and this prize is only available for the new man. पुराना मनुष्यत्व, उसकी नागरिकता इस धरती पर ही है, वो बीत जाने वाला है, वो ख़त्म हो जाता है. लेकिन नया मनुष्यत्व, उसका नागरिकता स्वर्ग में है, वो अनश्वर है. परमेश्वर, सृष्टिकर्ता परमेश्वर का पुत्र है, यीशु मसीह का भाई है, और वो शासन करने वाला है.
तो वो उसका कभी अंत नहीं होता है। यदि हमने नए मनुष्यत्व के बारे में अगर हमें मालूम होता तो हम उसके लिए ही हम परिश्रम करते हैं हर रोज़। जैसे पौलुस कहता है, मैं पिछला सब छोड़कर मैं आगे की ओर दौड़ता हूँ ताकि मेरे लिए मेरे सामने जो रखा हुआ तोहफा उसको मैं पा सकूँ। അപ്പോൾ നമുക്ക് ഇവരൊന്ന് സ്ട്രക്ചറൈസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളണം, ഇങ്ങനെയാണ് നമ്മളുടെ ജീവിതം എന്ന് മനസ്സിലാക്കിക്കോളണം. പഴയ സൃഷ്ടി. ഇനി വീണ്ടും ജനിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്നാന്ന് പറയുന്നത് പുതിയ സൃഷ്ടി. ഇവർ രണ്ടിനെയും കൂടെ ഇതാ ഒറ്റ റാപ്പിൽ പൊതിഞ്ഞിട്ടിരിക്കുക. മനസ്സിലായോ? അപ്പോൾ എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ പുതിയ സൃഷ്ടിയുണ്ട്, പുറമേ പഴയ സൃഷ്ടിയുണ്ട്. ഈ പുതിയ സൃഷ്ടി നമ്മുടെ അകത്തുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. പഴയ സൃഷ്ടി ആദത്തിലും പുതിയ സൃഷ്ടി ക്രിസ്തുവിലുമാണ്. ഇതുകൊണ്ടാണ് ഈ മർമ്മം നമുക്ക് പറഞ്ഞു തന്നെ, എന്നാലും നമുക്ക് മനസ്സിലാകുന്നില്ല. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ഇത് യുഗങ്ങൾക്ക് മറഞ്ഞു കിടന്നൊരു മർമ്മമാണ്. ഇപ്പോൾ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നു. ഇപ്പോഴെങ്കിലും അറിയുക, ആദത്തിൽ പഴയ സൃഷ്ടിയിൽ നാം മരിക്കുന്നു, ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയിൽ നാം ജീവിപ്പിക്കപ്പെടും. പക്ഷെ നമ്മുടെ ഒരു ഡ്യൂട്ടി ഉണ്ട്, പഴയതിൽ നിന്ന് പുതിയതിലേക്ക് നമ്മുടെ ഹൃദയം മാറണം. ഇതാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കി ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുകയാണ്. അല്ലാണ്ട് ചുമ്മാ ഞാൻ യേശു ഉയർത്തി ആരാധിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതാ യേശു പറഞ്ഞത്, എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്നവരൊന്നും അല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് നീ ദൈവത്തിൻ്റെ പുത്രനായി, ഈ ഒളിഞ്ഞു കിടക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായി നീ വെളിപ്പെടണം. സർവ്വസൃഷ്ടികൾ ഈറ്റുന്നതോടെ കാത്തിരിക്കുക. എന്തിനു വേണ്ടി? ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി. എവിടെ നിന്ന്? മനുഷ്യപുത്രന്മാരുടെ ഉള്ളിൽ നിന്ന്. ഹല്ലേലൂയ. പഴയ സൃഷ്ടി മനുഷ്യപുത്രനാണ്, പുതിയ സൃഷ്ടി ക്രിസ്തുവിലുള്ള ദൈവപുത്രനാണ്. ഈ തിരിച്ചറിവ് സഭയെ നിങ്ങൾക്കുണ്ടാകണം. ഇത് മറന്നു പോകരുത്. നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവം നിങ്ങൾക്ക് തന്നതാണിത്. ഇത് ഏറ്റെടുത്ത് മുട്ടുമേനിന്ന് ഇത് അങ്ങനെ തന്നെയോ എന്ന് ദൈവസന്നിധിയിൽ പരിശോധിച്ച് അത് അങ്ങനെ തന്നെയെന്ന് ദൈവത്തിന് ഉറപ്പ് പ്രാപിച്ച് ജീവിതത്തിൽ നിധിയായി എടുത്തുകൊണ്ട് പോ. വളരെ രക്ഷപ്പെടുക. ക്രിസ്തുവിൽ പിതാവുമായി ഒരു കുടുംബമായി ഒന്നായി മാറുക. So let's structurize what we just discussed right now. So you have the old creation which is depicted by Wilson here, and once a person is born again, the new creation who is Kunyuan brother, who is represented by Kunyuan brother here, gets born, and he is hidden within the old creation. And our human body is a flesh that covers this entire, both of these creations. And this is a mystery which the Bible says that the Christ the hope of glory within you. So the Christ the hope of glory is within you. This is the new creation that is in you. And we should not forget about this. As Paul said, we should move on from the old creation to new creation so that we can inherit eternal life. यहाँ पर जैसे हम मंच पर देख रहे हैं, हमारे अंदर पुराना मनुष्यत्व है जो आगे खड़ा है और साथ ही साथ नया मनुष्यत्व है जो पीछे है। ये दोनों भी हमारे शरीर नामक वस्त्र से, कपड़े से ढांपा गया है। यही बात वचन में हमसे कहा जाता है कि मसीह जो महिमा का आशा है तुम्हारे अंदर निवास करता है। तो पुनर्जन्म पाकर हमें नई सृष्टि को प्रकट करना है। जो लिखा है वचन में, सारी सृष्टि पुराने परमेश्वर का पुत्र, जो नई सृष्टि है परमेश्वर के पुत्र है, उनके प्रकट होने के लिए वे तरस रहे हैं। तो इसके लिए ये हमको इसके ओर बढ़ना है। पिछले सारे बातों को भूलकर मसीह यीशु में परमेश्वर ने हमारे लिए जो लक्ष्य रखा है उसके ओर दौड़ना है। സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ ഹോളിൽ ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്, ദൈവത്തിൻ്റെ ജീവനും ദർശനവും സമാധാനവും സകലവിധ ഐശ്വര്യവും നിങ്ങളിൽ ഉണ്ടാകുമാറാകട്ടെ. Greetings of love in the name of God our Father and our Lord and Savior Jesus Christ to everyone present in this hall and everyone listening to us through other media. May the love, peace, vision and blessings of God rest upon each of you.
परमेश्वर के नाम की महिमा हो। पिता परमेश्वर और प्रभु यीशु मसीह के नाम से आप सभियों को जो यहाँ पर उपस्थित है और हमें सुन और देख रहे हैं व्यक्त करना चाहते हैं, परमेश्वर का जीवन, शांति और उसकी सारी आशीषें हम में भरपूरी से होते रहें। പ്രിയ സഹോദരങ്ങളെ, നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്ന ഒരു സബ് ടൈറ്റിൽ എന്ന് പറയുന്നത്, നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് ഇതാണ്: പിശാചിൻ്റെ ജപ്തിയും സ്ഥലം മാറ്റവും. പുതിയതായിട്ട് വന്നവർ ഞെട്ടിപ്പോകരുത്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ആത്മലോകമാണ്. പിശാചിൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ ആത്മലോകമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്ന പിശാചിനെ സ്വർഗമണ്ഡലത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. തുടർന്ന് അവൻ അതികോപത്തോടെ ഭൂമിയിലേക്ക് കടന്നു വരുന്ന ഒരു രംഗമാണ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് മനുഷ്യനിൽ, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, മനുഷ്യനിൽ മാത്രമുള്ള ഒരു ക്രമീകരണമാണ് ഇരട്ട സൃഷ്ടിപ്പ്. നാം ഇന്ന് മനസ്സിലാക്കുന്നത് മനുഷ്യൻ്റെ ഇരട്ട സൃഷ്ടിപ്പിനെ കുറിച്ചാണ്. ബാക്കി എല്ലാ ജീവജാലങ്ങൾക്കും ഒരൊറ്റ സൃഷ്ടിപ്പേ ഉള്ളൂ, എന്നാൽ മനുഷ്യന് മാത്രം ഇരട്ട സൃഷ്ടിപ്പാണ്. എന്തുകൊണ്ട്, എങ്ങനെ? So, dear brothers, over the past 3 weeks, we have been learning about the title Devil's Seizure and Transfer. So, we were learning about the fact that this is based on the book of Revelations chapter 12, that devil will be seized and he will be thrown down from heaven and transferred to earth. So, since he is seized and removed from heaven and now he is angry and coming at earth, what will be the consequence of that? This has been the topic that we have been exploring in the last 3 weeks, and today we'll be continuing on that, and our subtitle today is regarding the twin creation of humans. All other creatures does not have twin creations, they have only one creation, but humans have twin creation. प्रिय भाइयों, पिछले दिनों में हम जिस विषय के बारे में सुनते आए हैं, हमारा जो संदेश है उसका शीर्षक इस प्रकार रहा है, शैतान का पकड़ा जाना और उसकी जगह बदली। तो पिछले 3 हफ्ते हमने इसी के संबंध में सुना था। आज हम उसके बारे में अधिक सुनेंगे। प्रकाशित वाक्य 12 में हमने पढ़ा था कि शैतान, परमेश्वर और शैतान दोनों का राज्य वो आत्मलोक में है। तो स्वर्ग लोक से शैतान को बाहर किया गया और ये संसार में, दुनिया में फेंका गया। तो बड़े क्रोध के साथ वो दुनिया के लोगों के ऊपर क्रोध के साथ उनके विरोध में उतर आता है। एक और बात समझना है, इंसान की जुड़वा सृष्टि है और सिर्फ इंसान को ये बात है। ഹല്ലേലൂയ. പെട്ടെന്ന് പുതിയതായിട്ട് കടന്നു വന്നവർക്ക് വേണ്ടി ഒരു വചനം വായിച്ചുകൊണ്ട് നമുക്ക് കടന്നു വരാം. വെളിപ്പാട് പുസ്തകം 12:9, 10, അതോടൊപ്പം തന്നെ അതിന് താഴെ 12 വായിക്കുമ്പോൾ അത് വളരെ ഷോർട്ടായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. നമുക്ക് സമയത്തിൻ്റെ കുറവ് മൂലം ശ്രദ്ധിക്കുക. അവിടെ ഞാൻ മലയാളത്തിൽ അത് മുഴുവനായിട്ട് വായിക്കാം, ബാക്കി ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് ഷോർട്ടായിട്ട് പറഞ്ഞാൽ മതി. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന, അതിൻ്റെ 9-ാം വാക്യം, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാച് സാത്താൻ എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. സ്ഥാനം പോയി, ഔട്ടായി, തള്ളിക്കളഞ്ഞു. അവൻ്റെ ദൂതന്മാരെ അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യം തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാവകൾ ദൈവസഭയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിക്കളഞ്ഞുവല്ലോ, പിശാചിനെ തള്ളിക്കളഞ്ഞു. അപ്പോൾ പിശാച് എന്ത് ചെയ്തു? എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, ഇതാ മഹാക്രോധത്തോടെ പിശാച് ഭൂമിയിലേക്ക് ഇറങ്ങി. 12-ാം വാക്യം, ആകയാൽ സ്വർഗ്ഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ, ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഇതാ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീ ഉപദ്രവിക്കാനും തുടങ്ങി. അപ്പോൾ മനസ്സിലാക്കുക, പിശാചിൻ്റെ സ്ഥാനം സ്വർഗത്തിൽ നിന്ന് പോവുകയാണ്. പക്ഷേ ഇതാരും മനുഷ്യരൊന്നും ശ്രദ്ധിക്കണ പോലുമില്ല. കാരണം ഇത് ശ്രദ്ധിക്കാൻ അവർക്ക് പുതിയ സൃഷ്ടിയിലെ ജ്ഞാനം മനുഷ്യർക്കില്ല. അവരാകപ്പാട് ഇന്ന് ജീവിക്കുന്നത് പഴയ സൃഷ്ടിയിലാണ്. അവരുടെ സെക്കൻഡ് സൃഷ്ടിപ്പിൽ അവർ മനുഷ്യർ ജീവിക്കുന്നേ ഇല്ല. കാരണം അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ല. അവർ പഴയ സൃഷ്ടിയിലെ അക്ഷരത്തിലെ പണ്ഡിതന്മാരായി നിൽക്കുകയാണ്, പണ്ഡിതന്മാർ. So,
this is a complex topic and we have already had 2 or 3 sessions on it. So it will be difficult to summarize, yet we'll try to summarize in a very short manner what we discussed. If you read the book of Revelations chapter 12 verse 9, it's 9, 10 and 12, it says, the great dragon was hurled down, that ancient serpent called the devil or Satan, who leads the whole world astray. He was hurled to the earth and his angels with him. So in this verse, Satan is hurled down from heaven, from the heavenly realms where he was, to earth. And what is the consequence of that? If we read the verse 12, it says, therefore rejoice, you heavens, and you who dwell in them. But woe to the earth and the sea, because the devil has gone down to you. He is filled with fury, because he knows that his time is short. So Satan could no longer do anything in heaven, and the heaven is happy. At the same time, he has gone down to earth with fury, and he is going after the woman who gave birth to the male child. और प्रकाशित वचन के भाग से प्रकाशित वाक्य 12 उसका 9, 10 और 12 आप बाइबल में पढ़ सकते हैं। उसमें इस प्रकार लिखा है कि शैतान, पुराना सांप और अजगर जो इबलीस और शैतान कहलाता है, वो अपने दूतों के साथ स्वर्ग से गिराया गया, पृथ्वी पे गिराया गया। इसलिए पृथ्वी पर रहने वालों पर हाय, क्योंकि वह उस स्त्री जिसने पुत्र जन्माया था उसे सताने के लिए चलता है। പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ്. മനുഷ്യൻ്റെ ഇരട്ട സൃഷ്ടിപ്പ് ഇത് മനസ്സിലാക്കിയെങ്കിലേ വെളിപ്പാട് പുസ്തകത്തിലെ 12-ാം അധ്യായത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ ഇങ്ങനെ കാണാം, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു, ഇതിനൊക്കെ ദൈവം തന്നെ കാരണഭൂതൻ. So the topic we are going to explore today is the twin creation of humans. This is only the case with humans and not other creatures, and the reason we are exploring is that many of the further verses in the book of Revelation chapter 12 will make sense only if we understand this. And for this, let us turn to the book of 2 Corinthians verse 5. Chapter 5 verse 2 Corinthians chapter 5 verse 17. Therefore, if anyone is in Christ, the new creation has come. The old has gone, the new is here. अब इन बातों को जो हमने अभी प्रकाशित वाक्य से पढ़ा, वो घटना को समझने के लिए ये समझना ज़रूरी है कि इंसान का जुड़वा सृष्टि है। अगर ये नहीं समझे तो ये बात हमें नहीं समझेगा। तो इसके लिए हम दूसरा एक वचन पढ़ेंगे, 2 कोरिन्थियों 5 उसके 17 में इस प्रकार लिखा है, इसलिए यदि कोई मसीह में है तो वह नई सृष्टि है, पुरानी बातें बीत गई हैं, देखो सब बातें नई हो गई, ये सब परमेश्वर की ओर से है। മനസ്സിലാവുന്നുണ്ടോ? ഒരുവൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയായി. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് എന്തുകൊണ്ടില്ല? നാം ഇന്നും ജീവിക്കുന്ന പഴയ സൃഷ്ടിയിലാണ്. ഒരുവൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയായി. KJV ഇങ്ങനെ പറയുന്നത്, ഈസ് എ ന്യൂ ക്രീച്ചർ, പുതിയ ജീവി. അപ്പോൾ പഴയ ജീവി എവിടെയാ? ഉൽപ്പത്തി 2:7 നോക്കിയാൽ മതി, പഴയ ജീവിനെ അവിടെ കാണാം, പഴയ സൃഷ്ടിപ്പിനെ അവിടെ കാണാം. പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞേണ്ട കാര്യം പഴയതുള്ളതുകൊണ്ടല്ലേ. ഇതാ ഒരിക്കൽ പപ്പ വീട്ടിലേക്ക് ഒരു വണ്ടിയും കൊണ്ട് ഇങ്ങനെ വരിക, സ്കൂട്ടറും കൊണ്ട്. പിള്ളേർ നോക്കിക്കണോ, മമ്മി ഇതേ പപ്പ ഒരു പുതിയ സ്കൂട്ടറും കൊണ്ട് വരുന്നു. അതിൻ്റെ അർത്ഥം പിള്ളേർക്കറിയാം പപ്പയ്ക്ക് വേറൊരു പഴയ സ്കൂട്ടർ അവിടെ ഉണ്ടെന്ന്. പുതിയ സ്കൂട്ടർ കൊണ്ട് വരുന്നു. ഇതേപോലെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. അങ്ങനെയെങ്കിൽ പഴയ സൃഷ്ടി അവിടെയുണ്ട്, നമുക്ക് കാണാൻ പറ്റും ഉൽപ്പത്തി പുസ്തകം 2:7. So the book of Corinthians chapter 2 verse 5 book of 2 Corinthians chapter 5 verse 17 says, therefore if anyone is in Christ, the new creation has come, the old has gone, the new is here. So there is 2 creations in man. There is 2, in KJV it says is a new creature. So there are 2 creations in man, and just like if a father comes to home with riding a new scooter and the children says,
see Papa has come with a new scooter, so they know that there is an old scooter as well. In the same manner, here we see a new creation, and we also know that there is an old creation as well. And where is that old creation? That's in Genesis chapter 2 verse 7. देखिए यहाँ पर जो हमने वचन पढ़ा 2 कोरिन्थी 5:17 में नई सृष्टि के बारे में लिखा है, और अंग्रेजी में किंग जेम्स वर्जन में नई जंतु ऐसे प्रयोग किया गया है। तो आप पूछेंगे अगर नई सृष्टि है तो मतलब पुराना सृष्टि भी है। पुराना सृष्टि कहाँ पर है? वो हम उत्पत्ति 2:7 में है। ये समझने के लिए मानो अगर किसी घर में परिवार में पिताजी एक स्कूटर चला के आते तो बच्चे कहते मम्मी मम्मी देखो पिताजी नई स्कूटर चला के आ रहे हैं। क्यों? क्योंकि उन्हें मालूम है पिताजी के पास पुराना स्कूटर था, इसके लिए। ഹല്ലേലൂയ. ഇതാ ഉൽപ്പത്തി 2:7 നിങ്ങൾ വായിക്കുക. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഇത് നമ്മളെ സംബന്ധിച്ചുള്ളതാണ്. ഹല്ലേലൂയ. ഒരു പശുവിനോ ഒരു പോത്തിനോ ഒരു കുരങ്ങിനോ ഒരു സിംഹത്തിനോ ഈ ഒരു ഫെസിലിറ്റി ഇല്ല. 2 ക്രിയേഷൻ ഇല്ല, അവർക്ക് ഒരൊറ്റ ക്രിയേഷനേ ഉള്ളൂ. എന്നാൽ നമ്മളെ സംബന്ധിച്ച് ട്വിൻ ക്രിയേഷനാണ്. ട്വിൻ ടവർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതേപോലെ ഇരട്ട സൃഷ്ടിപ്പാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, ആദ്യത്തെ സൃഷ്ടിപ്പിനെ കുറിച്ച്, പഴയ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് ഉൽപ്പത്തി 2:7 പറയുന്നത്. യഹോവയായ ദൈവം, എടുത്തിങ്ങൊന്ന് വായിച്ച്. യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ 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 ആ സ്ക്രീനിലുണ്ട്, നിങ്ങളൊന്ന് വായിക്കുമെന്നറിയാനാ. താൻ സൃഷ്ടിച്ച, എന്ത് ചെയ്ത? സൃഷ്ടിച്ച. അപ്പോൾ ഇതാണ് ആദ്യ സൃഷ്ടിപ്പ്. താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. ഇതാണ് ആദ്യത്തെ സൃഷ്ടിപ്പ്. ഇതാണ് ആദ്യത്തിലുള്ള സൃഷ്ടിപ്പ്. തുടർന്ന് ക്രിസ്തുവിൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. ഇവിടെയാണ് സഭ പരാജയപ്പെട്ടു പോയത്. ഈ സൃഷ്ടിപ്പ് തിരിച്ചറിഞ്ഞിട്ട് ആ സൃഷ്ടിപ്പിൽ ജീവിക്കണമായിരുന്നു. ഹല്ലേലൂയ. ആദ്യത്തെ സൃഷ്ടിപ്പ് ജഡികമാണ്, രണ്ടാമത്തെ സൃഷ്ടിപ്പ് ആത്മീകമാണ്. So first let us look at the old creation, and it's in the book of Genesis chapter 2 verse 7 and 8. Here it says, "Then the Lord God formed a man from the dust of the ground and breathed into his nostrils the breath of life, and the man became a living being. Now the Lord God had planted a garden in the east, in Eden, and there he put the man he had formed." So here it says that God formed a man or created a man, and this is a man created in Adam. So this is our physical creation, human beings' physical creation. But there is also a second creation which we just now read in the book of Corinthians, where it says if one is in Christ, he is a new creation. But unfortunately the church has not moved on from the old creation to the new creation and is still living in the old creation. पुरानी सृष्टि के बारे में हम उत्पत्ति 2:7 में पढ़ते हैं। वहाँ लिखा है, तब यहोवा परमेश्वर ने आदम को भूमि की मिट्टी से रचा और उसके नथनों में जीवन का श्वास फूंक दिया, और आदम जीवित प्राणी बन गया। और यहोवा परमेश्वर ने पूर्व के अदन में एक वाटिका लगाई और वहाँ आदम को जिसने उसने रचा था रख दिया। तो हम देख सकते हैं पुराना सृष्टि का जो व्यक्ति है वो शारीरिक है और नई सृष्टि का व्यक्ति वो आत्मिक है। सिर्फ मानव को ये गुण दिया जाता है कि उसका जुड़वा सृष्टि है और किसी भी जीव जंतु जानवरों को ये गुण नहीं है। ഹല്ലേലൂയ. ഇതാണ് ഇവിടെയാണ് സഭ പരാജയപ്പെട്ടെന്ന് പറയുമ്പോൾ പലർക്കും ഹൃദയത്തിൽ വേദനയൊക്കെ തോന്നി. അങ്ങനെയൊന്നും പറയില്ല ബ്രദറെ എന്ന്. ദൈവം തന്നെ സഭയിലെ ജനത്തിനെ ഇരട്ടപ്പേരിട്ടിരിക്കുകയാണ് ബുദ്ധിയില്ലാത്തവരെന്ന്. കാരണം ഒറ്റ കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ, പുതിയ സൃഷ്ടിയിൽ ജീവിക്കാത്തതുകൊണ്ടാണ്. ഇതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 3:3 ദൈവം വിളിക്കുകയാണ് ഇരട്ടപ്പേര് സഭയിലെ ജനത്തെ. എന്നാണെന്നറിയാമോ? ബുദ്ധിയില്ലാത്തവർ. കാരണം ഈ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ആത്മാവാണ്, പഴയ സൃഷ്ടി എന്ന് വെച്ചാൽ ജഡമാണ്. ആത്മാവ് കൊണ്ട് ഇവരെ ആരംഭിപ്പിച്ചിട്ട് ഇവർ അവിടെ ആത്മാവിൽ നിൽക്കാതെ നേരെ ജഡത്തിലേക്ക് പോയി. എന്നിട്ട് അവിടെ അന്നവസ്ത്രാദി നന്മകളെക്കുറിച്ച് പാട്ടൊക്കെ പാടി എങ്ങനെ നിൽക്കുവാണ്. അന്നവസ്ത്രാദി സവ നന്മകൾ. അപ്പോൾ ഒരു ആത്മാവലൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ഇങ്ങനെ പോകുന്നു. ദൈവം എന്നെ വിളിക്കുന്ന ഇവരെ നോക്കി. ബുദ്ധിയില്ലാത്തവർ. 3:3 വായിച്ചതിന് ഞാൻ വായിച്ചിട്ട് തെറ്റാ വായിച്ചതെങ്കിൽ ആൾക്ക് വിഷമം വരണ്ട. നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? സഭക്കാരെ വിളിക്കണേ ദൈവത്തിന്റെ ആത്മാവ്. നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടുപോയവരാണോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്? അപ്പോൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചു, അതാണ് പുതിയ സൃഷ്ടിയിലെ ആരംഭം. എന്നിട്ട് നേരെ ജഡം കൊണ്ട്
സമാപിച്ചു. അതാണ് പഴയ സൃഷ്ടിയിൽ പോയി നിന്നു. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് ദൈവം വിളിക്കണേ നിങ്ങൾ ഇത്ര ബുദ്ധി കേട്ടവർ. പക്ഷേ ഇത് പറഞ്ഞു കൊടുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവുള്ള പൗലോസിനെ പോലെ ആളുകൾ ഇന്ന് സഭയിലില്ലതാനും. ഹല്ലേലൂയ. ഇത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പിശാച് നിങ്ങളെ കീഴടക്കരുത്. സത്യം നിങ്ങളറിഞ്ഞ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കണം എന്ന് പറഞ്ഞു കൊടുക്കണം. അതാണ് ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്തു തരുന്നത്. So many of you may be feeling sad that I said that the church is still in the old creation, but it is not just me who is saying that. It's in the book of Galatians chapter 3 verse 3. So here we speak about the spirit and the flesh. As we know, the flesh, our physical creation is our first creation. On the other hand, our new creation is in the spirit. And we are still unfortunately focusing on the flesh rather than the spirit. And here in the book of Galatians chapter 3 verse 3 it says, "Are you so foolish? After beginning by means of the spirit, are you now trying to finish by means of the flesh?" So here the church, Apostle Paul is rebuking the church because the people are focused on the old creation rather than the new creation by spirit. कलीसिया में अधिकांश भाग आज भी पुरानी सृष्टि पर ही फोकस करके चलते हैं और ये कहने से आपको बुरा नहीं लगना चाहिए। गलातियों 3:3 में हम देखते हैं, वहाँ पर पौलुस के द्वारा परमेश्वर लोगों से कहता है, कलीसिया के लोगों से, क्या तुम ऐसे निर्बुद्धि हो कि आत्मा की रीति पर आरंभ करके अब शरीर की रीति पर अंत करोगे? ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഞാൻ സൂമിലോർക്കും കൂടി ഷെയർ ചെയ്തേക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാനവരാശിക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് ഈ കാണുന്നത്. നമ്മൾ പറഞ്ഞ 2 ക്രിയേഷനാണ്. ഇതാ ആദം എന്നിവിടെ പേരിട്ടിരിക്കുന്നു. ഇതാണ് ഓൾഡ് ക്രിയേഷൻ. നിങ്ങൾ ഇപ്പോൾ എൻജിനീയറോ ഡോക്ടറോ പൈലറ്റോ പ്രസിഡൻറ്റോ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ആണെങ്കിൽ അത് ഓൾഡ് ക്രിയേഷനിലാണ്. ഷർട്ടും പാൻറ്റും ചുരിദാറൊക്കെ ഇട്ടിട്ട് വന്നിരിക്കണില്ലേ? അല്ല, ഓൾഡ് ക്രിയേഷനിലാണ്. ഇത് തീർന്നു പോകും. എന്നാൽ നമ്മുടെ പുതിയ സൃഷ്ടികർമ്മം അത് ജീസസ് ക്രൈസ്റ്റിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ നിൽക്കുന്ന സൂമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ ഇതാ നിങ്ങൾക്ക് കാണാമെന്ന് ചിന്തിക്കുകയാണ്. ഇതാ പുതിയ സൃഷ്ടിപ്പ് യേശു ക്രിസ്തുവിലാണ്. ഈ സൃഷ്ടിപ്പ് ജഡീകമല്ല, ഇത് ആത്മീകമാണ്. ഇത് ദൈവത്തിൻ്റെ കുടുംബമാണ്. മനസ്സിലായോ? എന്നാൽ ഭൂമിയിലെ ആദ്യത്തെ സൃഷ്ടിപ്പിൽ നമ്മൾ ആദത്തിൻ്റെ കുടുംബമാണ്. ഇന്നും സഭകൾക്കിത് വെളിപ്പെട്ടിട്ടില്ല. ഞാൻ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്, അറ്റ്ലീസ്റ്റ് ഈ ശബ്ദ കാഴ്ചപ്രതിയിൽ ദൈവം കൊണ്ടുവരുന്നവരുടെ ഹൃദയം ഒന്ന് തുറക്കപ്പെടട്ടെ, അവരത് മനസ്സിലാക്കട്ടെ, എന്നിട്ട് സത്യത്തിൻ്റെ പാതയിൽ അവർ യാത്രയാകട്ടെ, പിൻപിലുള്ളതിനെ മറക്കട്ടെ, മുൻപിലുള്ള ലക്ഷ്യമാക്കി അവർ ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളി ആരായിട്ടാ? ദൈവ കുടുംബമായി, ദൈവമക്കളായി അത് അവർ പ്രാപിക്കുവാനായിട്ട് ഇടയാകട്ടെ എന്ന് ഞാൻ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുക. So in the screen, if you see, we have diagram depicting the twin creations of man. The first creation is in Adam, and it is a physical creation. You know, in this physical creation, what we are wearing right now, what we are eating, these are all for the physical creation. But unfortunately, our homes, it's all for physical creation. Unfortunately, this creation will eventually get destroyed, and this creation will eventually die. But then there is a second creation. This is a spiritual creation. Our spirit is being born again in our Lord and Savior Jesus Christ. And in the original physical creation, in Adam, we die, but in Jesus, our spirit lives forever. The original creation was physical, while the second creation was spiritual. अब जैसे स्क्रीन में आप देख रहे हो, हमारा जुड़वा सृष्टि वहाँ पर बताया गया है। हम पुराने मनुष्य में आदम के द्वारा हम बनाए गए हैं और उसी परंपरा में आदम के परिवार के लोग हम हैं। और हम जब तक हम शरीर में हैं, जैसे कि हम सब आए हैं सज के कपड़े पहनकर, लेकिन प्रभु यीशु मसीह के द्वारा हम नई सृष्टि के हो जाते हैं। नई सृष्टि के लोग परमेश्वर के परिवार के सदस्य हैं। ये बात कलीसिया के लोगों को जानना है।
ഇത് വളരെ വ്യക്തമായിട്ട് ഈ മനുഷ്യൻ്റെ രണ്ട് സൃഷ്ടിപ്പ് വളരെ വ്യക്തമായിട്ട് കൊരിന്ത്യർ ലേഖനത്തിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുകയാണ്, 1 കൊരിന്ത്യർ 15:45 പറയുകയാണ്, 15:45, ഒന്നാം മനുഷ്യനായ ആദം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എവിടെ എഴുതിയിരിക്കുന്നു? ഉൽപ്പത്തി 2:7. മനസ്സിലായോ? എന്നാൽ ഒടുക്കത്തെ ആദം, അതാണ് ക്രിസ്തു, ജീവിപ്പിക്കുന്ന ആത്മാവായി. അപ്പോൾ ഒന്ന് ജഡമാണ്, മറ്റത് ആത്മാവാ, പുതിയത് ആത്മാവാ. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. എന്നിട്ട് പറയാണ്, ആത്മീകമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേത്, ആത്മീകം പിന്നത്തേതിൽ വരുന്നത്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. നമ്മളുടെ ആദ്യ സൃഷ്ടിപ്പ് ജഡിക സൃഷ്ടിപ്പാണ്. അതിലാണ് നമ്മൾ ചുരിദാർ ഉപയോഗിക്കുന്നത്, ഷർട്ട് ഉപയോഗിക്കുന്നത്, ഇതാ ബൈബിൾ ഉപയോഗിക്കുന്നത് ഒക്കെ അതിലാണ്. അക്ഷരം നമ്മൾ ഉപയോഗിക്കുന്നത് ഒക്കെ അതിലാണ്. ഹല്ലേലൂയ. എന്നാൽ പുതിയ സൃഷ്ടിപ്പ് ജഡികമല്ല, ആത്മീകമാണ്. അവിടെ ഇതാ നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ കേൾക്കുന്നതൊക്കെ ആത്മമണ്ഡലത്തിൽ നിന്നാണ്, സ്വർഗത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. മറ്റതൊക്കെ നമ്മൾ റിസീവ് ചെയ്യുന്നതൊക്കെ ഭൂമിയിൽ നിന്നാണ്, കാഴ്ചയാലാണ്. പുതിയത് അങ്ങനെയല്ല, നമ്മൾ റിസീവ് ചെയ്യുന്ന മുഴുവൻ സ്വർഗത്തിൽ നിന്നാണ്. ഈ ബൈബിൾ എഴുതിയ ദൈവത്തിൻ്റെ ആത്മാവിൽ നാം സ്വീകരിക്കുക. ഇതുകൊണ്ടാണ് പുതിയ ഉടമ്പടി പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നത്, ഇതാ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇത് പുതിയ സൃഷ്ടിക്ക് കേൾക്കാനാണ്. പഴയ സൃഷ്ടിയാണെങ്കിൽ അക്ഷരം വായിക്കണം, പുതിയ സൃഷ്ടിയാണെങ്കിൽ ആത്മാവിനെ കേൾക്കണം. കാരണം പഴയ സൃഷ്ടി ജഡീകമാണ്, പുതിയ സൃഷ്ടി ആത്മീകമാണ്. So the old creation is in Adam, and in old creation we are Adam's family. But in the new creation, wherein we are born again, our spirit is born again through Jesus Christ, we become part of God's family. If we turn to the book of 1 Corinthians chapter 15, verse 45, it is written, so it is written, the first man Adam became a living being, the last Adam a life-giving spirit. The spiritual did not come first, but the natural, and after that the spiritual. So when we say we need food, when we say we need clothing, these are all needs of the old creation. And the old creation tries to gather all these physical things. In the new creation, on the other hand, new creation hears from God the Father, hears through our spirit from Father. It does not gather things physically, but it gathers things from Father through His Spirit. That's why in the Bible it is written, him who has ears, let him hear, because the Spirit is speaking to you from God the Father, because the second creation, the new creation, is spiritual and not physical. 1 कुरिन्ती 15 उसके 45 में इस प्रकार लिखा है, ऐसा ही लिखा भी है कि प्रथम मनुष्य अर्थात आदम जीवित प्राणी बना और अंतिम आदम जीवनदायक आत्मा बना, परंतु पहले आत्मिक न था पर स्वाभाविक था, इसके बाद आत्मिक हुआ। यानी कि हम जो अभी शरीर में हैं, पहले हमारी सृष्टि शारीरिक तौर से हुआ, तो हम यहाँ पर आप बैठे हैं, जैसे कि हम कपड़े पहनकर शर्ट चूड़दार और पहनकर बाइबल को हम पकड़ते हैं, ये सब शारीरिक बातें हैं। लेकिन आत्मिक सृष्टि हमारी जो है वो प्रभु यीशु मसीह के द्वारा हमें प्राप्त होता है। शारीरिक व्यक्ति वो बाइबल को पढ़कर समझता है। आत्मिक जो सृष्टि है वो प्रकाशित वाक्य में जिस प्रकार लिखा है, आत्मा जो कलीसिया से कह रहा है, जिसके कान हो वो सुने, तो वो कान से सुनकर आत्मा की बातें उसके अनुसार चलता है। മക്കളെ ശ്രദ്ധിച്ചിരിക്കണം, നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. നിങ്ങൾ സാധാരണ കേൾക്കുന്ന ടോക്കല്ല ഇത്. പ്രാർത്ഥനയോടെ ഇരുന്നാലും നിങ്ങൾക്ക് മനസ്സിലാവൂ. ഹല്ലേലൂയ. ഈസി ഗോ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത്രേ ഉള്ളൂ. ഹല്ലേലൂയ പറയും, ഒന്നും കൂടി സ്തുതിക്കും, ഒന്നും കൂടി ഉയർത്തി പറയൂ. അത് പറഞ്ഞിട്ട് എൻ്റെ മക്കളെ ഞാൻ നിങ്ങളെ നശിപ്പിക്കുന്നില്ല, നിങ്ങളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതും ബൈബിൾ വീണ്ടും പറയുകയാണ്, ഒന്നാമത്തെ സൃഷ്ടിപ്പ്, ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ, ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ട് ഉള്ളവൻ. അതിൻ്റെ മുകളിലല്ലേ ചുരിദാറിട്ടേക്കണേ, ഇല്ലേ? അത് ചമത്തേലുകൊണ്ട് തീരും. ഹല്ലേലൂയ. ഇനി പറയാണ് രണ്ടാം മനുഷ്യൻ, അതാണ് ക്രിസ്തു, സ്വർഗത്തിൽ നിന്നുള്ളവൻ. അപ്പോൾ രണ്ട് സ്ഥലമാണ്, ഒന്ന് ഭൗതിക മണ്ഡലം, മറ്റത് ആത്മമണ്ഡലം. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. ഇനി പറയാണ് മണ്ണ് കൊണ്ടുള്ളവനെ പോലെ മണ്ണ് കൊണ്ടുള്ളവരും, സ്വർഗീയനെ പോലെ സ്വർഗീയരും ആകുന്നു. രണ്ട് കാറ്റഗറിയാണ്. ഹല്ലേലൂയ.
ഒന്ന് താൽക്കാലികമായതും മറ്റൊരു നിത്യമായതും. ഈ ഒരു തിരിച്ചറിവ് ആദ്യം നമുക്കുണ്ടാകണം. നമ്മളെ സംബന്ധിച്ച് ഈ രണ്ട് ക്രിയേഷൻ ഉണ്ടെന്നുള്ള അറിവ് പോലും നമുക്കില്ലെങ്കിൽ എങ്ങനെ നാം രക്ഷപ്പെടും? So, dear brothers, please stay prayerfully so that you will be able to understand better. So, if we continue the passage that we were reading, which is 1 Corinthians chapter 15, verse 45 onwards, if we read 47 and 48, here it says, "The first man was of the dust of the earth, the second man is of heaven. As was the earthly man, so are those who are of the earth, and as is the heavenly man, so are those who are of heaven." So, the first man, Adam, was created by God out of the dust, and he will eventually return to the dust. So Adam died, and those who all our first creation, all our physical bodies will eventually die and return to the dust. But the second creation, the second man, this is our Lord Jesus Christ, was not from the earth. He was from heaven, and after he resurrected, he went back to the heaven. In the same manner, if we are born again in Christ and become the new creation, our spirit will live on forever with our Lord and Savior Jesus Christ and our Father in heaven. प्रिय लोगों, हम परमेश्वर से दुआ करें कि इन बातों को समझने की ताकत हमें मिले। उस वचन के भाग में नीचे जब हम पढ़ते हैं, वहाँ लिखा है, प्रथम मनुष्य धरती से अर्थात मिट्टी का था, दूसरा मनुष्य स्वर्गीय है। जैसा वह मिट्टी का था वैसे ही वे भी जो मिट्टी के हैं, और जैसा वह स्वर्गीय है वैसे ही वे भी जो स्वर्गीय है। हमारे जो शरीर है जो मिट्टी का बना हुआ है वो इस पृथ्वी पर ही समाप्त होगा, बीत जाएगा, कब्रिस्तान में उसका अंत होगा। लेकिन जो स्वर्गीय सृष्टि जो है हम है वो यहाँ पर समाप्त नहीं होता है। ഹല്ലേലൂയ. കുഴപ്പമില്ല, പൊക്കോട്ടെ. ഇനി ഇതിൽ ഒന്ന് മരിച്ചു വീഴും, ഒന്നിനും മരണമില്ല. ഈ ഒരു തിരിച്ചറിവ് വേണം. ഇതുകൊണ്ടാണ് അതിൻ്റെ 15:22 ഫസ്റ്റ് കൊരിന്ത്യർ 15:22 പറയുന്നത്, ആദ്യ സൃഷ്ടിപ്പിൽ, അതായത് ആദ്യത്തിൽ എല്ലാവരും മരിച്ചു പോകും. എന്നാൽ പുതിയ സൃഷ്ടിപ്പിൽ, ക്രിസ്തുവിൽ, എല്ലാവരും ജീവിപ്പിക്കപ്പെടും. പക്ഷെ നമ്മൾ അതിലേക്ക് കയറണം. അതിന് പഴയതിൽ നിന്നാൽ പോരാ, അതിലേക്ക് കയറണം. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടെങ്കിലല്ലേ അതിലേക്ക് കയറുള്ളൂ. ഞാൻ നിൽക്കുന്ന കപ്പൽ വെള്ളം കയറുന്നു, മുങ്ങിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ അടുത്ത് വേറൊരു കപ്പൽ മുങ്ങാത്തത് കിടക്കുന്നു എന്ന് അറിവുണ്ടെങ്കിലല്ലേ മുങ്ങുന്ന കപ്പലിൽ നിന്ന് മുങ്ങാത്തതിലേക്ക് കയറുള്ളൂ. പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലേക്ക് കയറുള്ളൂ. ഇത് പിൻപിലുള്ളതിനെ മറക്കുന്നില്ല, കാരണം ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പോൾ ഇത് ജനത്തെ അറിയിക്കണം, അതാണ് ഇവിടെ ചെയ്യുന്നത്. So in the book of 1 Corinthians chapter 15 verse 22 it says, "For as in Adam all die, so in Christ all will be made alive." So the first creation will die. Adam died, and we are all part of our physical body is part of the first creation, and it will die and return to dust. But here it says, "So in Christ all will be made alive." So if we are in the new creation, if we move on to the new creation, our spirit will live on forever in Christ. And this is important because most of the people does not even know that there are two creations. Most of the church does not know that there are two creations. And unless you know that there are two creations, how will you even move to the second creation? यहाँ 1 कोरिन्थी 15 उसके 22 में लिखा है, और जैसे आदम में सब मरते हैं वैसे ही मसीह में सब जिलाए जाएंगे। तो हमें जिलाए जाने के लिए सबसे पहले नई सृष्टि की अवस्था को प्राप्त करना है। और जब हम कब प्राप्त कर सकते हैं? जब हमें उसके बारे में जानकारी हो। अधिकांश लोगों को मालूम ही नहीं है इस विषय के बारे में। വിൽസൺ മുന്നോട്ടേക്ക് വന്നേ. വിൽസൺ, ഇതാ പഴയ സൃഷ്ടിയെ, ഉൽപ്പത്തി 2:7 പഴയ സൃഷ്ടി ഉണ്ടാക്കാൻ പോവുക. ഇതാ വിൽസൺ കസേരയിൽ നിങ്ങൾ വരികയാണ്, ഭൂമിയിൽ നിന്ന് മണ്ണെടുത്ത് ഇതാ ഒരു മനുഷ്യനെ ഉണ്ടാക്കിയാണ്. ഇതാണ് ഒന്നാമത്തെ മനുഷ്യൻ. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് വേണം. ഇവിടെ വന്നേ പോലെ ഒരു മനുഷ്യനെ ഉണ്ടാക്കി. ഇതാണ് പഴയ സൃഷ്ടി. ഈ പഴയ സൃഷ്ടി ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, പിന്നെ ഒരു ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയായി. കുഞ്ഞു മുന്നോട്ടേക്ക് വന്നേ. വെള്ള ഷർട്ട് കണ്ടോണ്ടാ പിടിച്ച് പോരെ. ഈ സൈഡിലോ
ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ഒരാടിനും ഒരു പശുവിനും ഒരു പോത്തിനും ഒരു സൃഷ്ടിക്കും ഇല്ലാത്തൊരു ഫെസിലിറ്റിയാണ് ട്വിൻ സൃഷ്ടിപ്പ്, ഇരട്ട സൃഷ്ടിപ്പ്. ഇത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. ഇതാണ് പഴയ സൃഷ്ടിപ്പ്, മരണമുള്ളത്. ഇതാണ് പുതിയ സൃഷ്ടിപ്പ്. ഈ വ്യക്തിയെക്കുറിച്ച്, ഈ സൃഷ്ടിപ്പിനെക്കുറിച്ച് ഇവൻ ക്രിസ്ത്യാനികൾക്ക് പോലും അറിയുന്നത് വിരളമാണ്. ഇത് മനസ്സിലാക്കുക. നാം ഇന്ന് എക്സസൈസ് ചെയ്യുന്ന മുഴുവൻ ഈ വ്യക്തിയിലാണ്. അന്നവസ്ത്രാദി സർവ്വ നന്മകളും അന്വേഷിച്ച് നടക്കുന്നത് ഈ പുള്ളിയാണ്. നിങ്ങൾ ഇന്ന് IT ഫീൽഡിലാണെങ്കിലും രാഷ്ട്രീയ ഫീൽഡിലാണെങ്കിലും ബിസിനസ് ഫീൽഡിലാണെങ്കിലും അതെല്ലാം ഈ വ്യക്തിയാണ്. ഹല്ലേലൂയ. എന്നാൽ പുതിയ സൃഷ്ടിയെ ക്രിസ്തുവിൻ്റെ ജനറേഷൻ, ഇത് ആത്മാവാണ്, ഇത് ജഡമാണ്. So here we have two persons. One is Wilson and other is Kunjuman brother. Both of them, Wilson here depicts the old creation. He has been created out of mud, and he's the person. The old creation is what seeks physical goods like food, clothing, shelter, homes. The old person is the one that does business, that does work, that tries to earn money. The new creation here represented by Kunjuman brother, who is wearing the white shirt. Once you are in Christ, you become the new creation. And the new creation seeks for word from the Father, from heaven, so that he is spiritually enriched. यहाँ पर मंच पर दो भाई हैं, विल्सन भाई और कुंजमोन भाई. और विल्सन भाई दिखाता है पुराना सृष्टि, और कुंजमोन भाई जो सफ़ेद शर्ट पहने वो नई सृष्टि है. पुरानी सृष्टि के लिए पुराना आदमी के लिए ही हम अन्न वस्त्र और सारी आशाओं के पीछे हम उसकी खोज करते हैं. लेकिन नई सृष्टि में उसकी इच्छा है कि पिता परमेश्वर से बातों को सुने और उसके अनुसार चले. മനസ്സിലായോ? ഹല്ലേലൂയ. ഇനി നമ്മൾ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച വ്യക്തിയാണെങ്കിൽ ശ്രദ്ധിക്കുക, നമ്മളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കാൻ പോവുക. അതിനു മുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. ഈ പഴയ സൃഷ്ടി മുഴുവൻ തോട്ട്സ് കറപ്റ്റഡാണ്. പിശാച് ചിന്തകളെ കറപ്റ്റ് ചെയ്തു. അതുകൊണ്ട് ഈ വ്യക്തിയെക്കുറിച്ച് ബൈബിൾ പറയുകയാണ്, ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യന്. എഫേസ്യ ലേഖനം 4:22 പറയുന്നത്, ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനാണ്. അപ്പോൾ ഈ മനുഷ്യനെ നിയന്ത്രിക്കണമെങ്കിൽ നിയമങ്ങൾ കൊടുക്കണം, അല്ലെങ്കിൽ ഇവനെ നിയന്ത്രിക്കാൻ പറ്റില്ല. കാരണം ഇവനെ അറിയത്തില്ല എന്താ സംഭവമെന്ന്. അപ്പോൾ അവന് കൊടുത്ത നിയമങ്ങളുടെ പേരാണ് ന്യായ പ്രമാണം. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പഴയ മനുഷ്യൻ നമുക്കൊരു ന്യായപ്രമാണം കൊടുക്കാം. ഓക്കെ, പിടിച്ചോ. Go ahead. So before we move on to how a person is born again and become the new creation, let's study a bit about the old creation. The book of Ephesians chapter 4 verse 22 says that the old creation, or the old self, which is being corrupted by his deceitful desires. So the old creation has been corrupted by Satan. His mind is full of deceitful desires because Satan has taken control over the old creation. And to keep him from sinning, the law is given to the old creation. हम जब प्रभु यीशु में विश्वास करते हैं और नए पुनर्जन्म को पाते हैं, तो हम नई सृष्टि में बदल जाते हैं. लेकिन उससे पहले पुरानी सृष्टि का स्वभाव, उसके बारे में एफेसियों 4:22 में इस प्रकार लिखा है, वो भरमाने वाले अभिलाषाओं के कारण भ्रष्ट हो जाता है. तो उसको नियंत्रण करने के लिए व्यवस्था दी गई है. ഇതാ നമുക്കതൊന്ന് കൺഫേം ചെയ്യാം. ഈ പുള്ളിക്കാരനെ നിയന്ത്രിക്കാനാണ്. എഫേസ്യ ലേഖനം 4:22 ഒന്ന് വായിച്ചാട്ടെ. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്. എന്തിനാ ബൈബിൾ ഇങ്ങനെ പറഞ്ഞേ? മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ചെന്ന്. നിങ്ങളുടെ നടപ്പ് സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? സൂമിലായിരിക്കുന്നവർ ചോദിക്കാം, നിങ്ങളുടെ നടപ്പ് സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? എന്തെങ്കിലും മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ചെന്ന് പറഞ്ഞേ. മനുഷ്യന് മാത്രമേ ഉള്ളൂ ട്വിൻ ക്രിയേഷൻ, ഇരട്ട ക്രിയേഷൻ. പഴയ സൃഷ്ടിയുടെ നടപ്പനുസരിച്ചെന്നാണ് ഈ പറഞ്ഞ അർത്ഥം. പിടുത്തം കിട്ടിയ? ചതിമോഹങ്ങളാ വഷളായി പോകുന്ന ആ പഴയ മനുഷ്യൻ കണ്ടോ, പഴയത്. അപ്പോൾ പുതിയത് വേറെ ഉണ്ടല്ലോ, പഴയ സൃഷ്ടിപ്പ്. ആ പഴയ മനുഷ്യൻ, അപ്പോൾ അവൻ ചതിമോഹങ്ങളാ വഷളായി പോകുന്നവനാ. അപ്പോൾ അവൻ എന്ത് കൊടുക്കണം? നിയമം കൊടുക്കണം. അവനെ ചതിക്കുന്ന മോഹങ്ങൾ അവനെ ചതിക്കാനായിട്ട്
ഇടയാകാതിരിക്കാൻ വേണ്ടി ഒന്ന് കീപ്പ് ചെയ്യാൻ, അവനെ സൂക്ഷിക്കാൻ വേണ്ടി കൊടുത്തതാണ് ന്യായപ്രമാണം. ഈ പുള്ളിക്ക് ഇതൊന്നും ആവശ്യമില്ല. ഹല്ലേലൂയ. പുതിയ ആക്കി ഇതൊന്നും ആവശ്യമില്ല. പഴയവനാണ് ഇതിൻ്റെ ആവശ്യം ഉള്ളത്. So let's read the book of Ephesians chapter 4 verse 22. You are taught with regard to your former way of life to put off your old self which is being corrupted by its deceitful desires. So it says that there is a former way of life and an old self which is being corrupted by deceitful desires. And he specifically says the former way of life because the corruption happens in the old creation. It does not happen in the new creation. It is because of this that the old creation is given the law so as to control the deceitful desires of the old creation. The new creation does not require it. इफेसियों 4 उसके 22 में हम पढ़ते हैं कि तुम पिछले चाल चलन के पुराने मनुष्यत्व को जो भरमाने वाली अभिलाषाओं के कारण अनुसार भ्रष्ट हो जाता है उतार डालो। तो पुराने मनुष्यत्व, यहाँ पर लिखा है पिछला चाल चलन, तुम्हारा चाल चलन नहीं लिखा है। पिछला क्यों लिखा है? इसका अर्थ है कि पुराने मनुष्यत्व से ये सारी बातें जो उत्पन्न होती है उसे, वो जो भरमाने वाली अभिलाषाओं में घिर जाता है, उसे नियंत्रण करने के लिए नियम की ज़रूरत है। तो इसके लिए उसे व्यवस्था दिया गया है, लेकिन नए मनुष्यत्व को इन बातों की ज़रूरत नहीं है। അപ്പോൾ ഈ പഴയ മനുഷ്യൻ, പഴയ സൃഷ്ടിപ്പ്, ഈ വ്യക്തി പാപം ചെയ്യും. പക്ഷെ ഈ വ്യക്തി പാപം ചെയ്യൂല. കാരണം ഈ വ്യക്തിക്ക് പാപം ചെയ്യാൻ കഴിയില്ല. ഈ തിരിച്ചറിവ് നമുക്ക് വേണം. ഇന്ന് പലരും 1 യോഹന്നാൻ 3:9 പറയുമ്പോൾ ക്രിസ്ത്യാനികളെ, ഇവൻ പാസ്റ്റേഴ്സ് അടക്കം എന്നോട് തല്ലുപിടിക്കാൻ വരുമോ? ഞാനെന്തോ കൊലപാതകം ചെയ്യുന്ന അവർ ചിന്തിക്കണേ. 1 യോഹന്നാൻ 3:9 പറയാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല. ഉടനെ അവർ എൻ്റെ നേരെ തിരിയും. അപ്പം ഞങ്ങൾ പാപം ചെയ്യണോ? അതിപ്പോൾ ഞാനെങ്ങനെ പറയാ? നിങ്ങൾ ഈ പുള്ളീനെ ഉപയോഗിക്കുന്നതായിരിക്കും. ഇദ്ദേഹത്തിന് നന്നായിട്ട്, പഴയ സൃഷ്ടിപ്പിന് നന്നായിട്ട് പാപം ചെയ്യുവാൻ കഴിയും. എന്നാൽ ഇതിൻ്റെ 24-ാമത്തെ വാക്യം പറയാണ്, പഴയ മനുഷ്യനാണ് പാപം ചെയ്യുന്നത്. 24-ാം വാക്യം പറയാ, സത്യത്തിൻ്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി, ആരെപ്പോലെ? അപ്പനെ പോലെ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഒന്ന് പറഞ്ഞേ, സൃഷ്ടിക്കപ്പെട്ട, അതാണ് പുതിയ സൃഷ്ടി. സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. അതാണ് പുതിയ സൃഷ്ടി. ഈ വ്യക്തിക്ക് പാപം ചെയ്യാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിൻ്റെ വിത്തിൽ നിന്നാണ് അവൻ്റെ ആരംഭം. So the old creation is able to sin, which is the reason the law is given to the old creation. But the new creation is not able to sin. In the book of 1 John chapter 3 verse 9 it says, no one who is born of God will continue to sin because God's seed remains in them. They cannot go on sinning because they have been born of God. So many of the pastors even ask me like, how is that possible? So how are we sinning? The reason is that maybe they are using the old creation, but the new creation in the book of Ephesians chapter 4 verse 24 it says, and to put on the new self created to be like God in true righteousness and holiness. So here the new self is created to be like God in true righteousness and holiness and hence cannot sin. और ये बात ऐसा है कि जब पुराना मनुष्यत्व वो पाप करता है क्योंकि वो उस भरमाने वाले अभिलाषाओं से वो गिर जा सकता है, लेकिन नई मनुष्यत्व इसलिए उसे नियम दिया जाता है। लेकिन नया मनुष्यत्व वो परमेश्वर के स्वरूप में जो बनाया गया है, जिस प्रकार हम इफिसियों 4:24 में पढ़ते हैं, तो वो नया मनुष्यत्व पाप नहीं करता। जो बात हम यूहन्ना की पहली पत्री 3:9 में पढ़ते हैं, वहाँ लिखा है, जो कोई परमेश्वर से जन्मा है वह पाप नहीं करता क्योंकि उसे पाप करना संभव नहीं है। ये बात जब सुनते हैं कई लोग चकित हो जाते हैं। वो कहते हैं कि तो फिर हम कैसे पाप कर रहे हैं? हो सकता है कि वे अभी भी पुराने मनुष्यत्व में ही उसके अनुसार ही चल रहे हैं। നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ വചനമാണ് ഇന്ന് ആളുകളുടെ കടിച്ചാൽ പൊട്ടാത്ത അവലോസുണ്ട. പാസ്റ്റർമാരുടെ, അച്ഛന്മാരുടെ കടിച്ചാൽ പൊട്ടാത്ത അവലോസുണ്ടയാണ് ഇതാനം. കാരണം പുതിയ സൃഷ്ടിയെക്കുറിച്ച് ABCD അറിയാത്തതുകൊണ്ട് ഈ പ്രശ്നം ഉണ്ടാകും മൊത്തം. ഇവർ എഴുതിയിരിക്കുകയാണ്,
വായിച്ചേ 3:9. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. ഞാൻ എൻ്റെ വകയെ ഒന്നും കൂട്ടിച്ചേർത്തില്ല, ഞാൻ വായിച്ചില്ല, ആ സഹോദരിയെ വായിച്ച് അല്ലേ. ഇവിടെ പറയാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. കാരണം ഈ പുള്ളി എവിടെ നിന്നാണ് ജനിച്ചേ? പുതിയ സൃഷ്ടി. ഈ ബോധം നമുക്ക് വേണം. ഈ പുള്ളി ജനിച്ച ദൈവത്തിൽ നിന്ന്, ദൈവത്തിന് പാപം ചെയ്യാൻ കഴിയത്തില്ല. എന്താ മക്കളെ പാപം? വാട്ട് ഈസ് സിൻ? എന്താ പാപം? ദൈവത്തിൻ്റെ ചിന്തയ്ക്ക് വിപരീതമായി ചെയ്യുന്നതാണ് പാപം. ഹല്ലേലൂയ. ഈ പുള്ളി സ്റ്റാർട്ട് ചെയ്യണത് തന്നെ ദൈവത്തിൽ നിന്നാണ്. ഈ സ്ട്രക്ചർ പഠിക്കുമ്പോൾ ഒരു ദൈവ പൈതൽ ഒരിക്കലും തൊന്നിൽ നിന്ന് ആരംഭിക്കത്തില്ല, ദൈവത്തിൽ നിന്ന് ആരംഭിക്കുക. ഈ വ്യക്തിക്ക് പാപം ചെയ്യാൻ കഴിയൂലെന്നേ. ഹല്ലേലൂയ. പുറകെ നിങ്ങൾ സ്ട്രക്ചർ മനസ്സിലാക്കും ദൈവ പൈതലിൻ്റെ. അപ്പോൾ മനസ്സിലാവും ഈ വ്യക്തിക്ക് പാപം ചെയ്യാൻ കഴിയത്തില്ല. കാരണം ആരംഭം ദൈവത്തിൻ്റെ വിത്തിൽ നിന്നാണ്. അതുകൊണ്ട് പാപം ചെയ്യാൻ കഴിയത്തില്ല. ഇതാണ് നമ്മുടെ പുതിയ സൃഷ്ടി. ഇത് സ്വർഗീയ പൗരനാണ്, ഇത് ഭൂമിയിലെ പൗരനാണ്. ഇത് ജഡത്താൽ ജനിച്ചതാണ്, സ്ത്രീയിൽ നിന്ന് ജനിച്ചതാണ്. ഇത് ദൈവത്തിൽ നിന്ന് ജനിച്ചതാണ്. So again, let's turn to the book of 1 John chapter 3 verse 9, because this is a difficult verse for many brothers. No one who is born of God will continue to sin, because God's seed remains in them. They cannot go on sinning because they have been born of God. So here it's clear that the new creation cannot sin, because what is sin? Sin is to go against the thoughts of God. The new creation has been born from God himself. So how can a new creation continue to sin? पहला यूहन्ना 3:9 बार पढ़ेंगे। जो कोई परमेश्वर से जन्मा है वो पाप नहीं करता, क्योंकि उसका बीज उसमें बना रहता है, और वह पाप कर ही नहीं सकता क्योंकि परमेश्वर से जन्मा है। नया मनुष्यत्व, नया सृष्टि, वो उसका आरंभ परमेश्वर से हुआ है, इसलिए ही उसमें परमेश्वर का स्वभाव है, वो पाप नहीं कर सकता है। ये बात कई लोगों को नहीं समझता, अनेक पासबान पादरियों को भी नहीं समझता। ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ദുബായിൽ ഇത് പ്രസംഗിച്ച ശേഷം നിങ്ങളെപ്പോലൊരു വിശ്വാസി ആ പാസ്റ്ററോട് പോയി ചോദിച്ചു, ചർച്ചിലെ പാസ്റ്ററോട്, ഇതാ ഷാജി ജോസഫ് ഇങ്ങനെ പ്രസംഗിച്ചു, ബൈബിൾ അങ്ങനെ കാണുന്നു, ദൈവത്തിന് ജനിച്ചാൽ പാപം ചെയ്യുന്നില്ലല്ലോ, പക്ഷെ നമ്മൾ നന്നായിട്ട് പാപം ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചപ്പോൾ ആ ദേവദാസൻ പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്, തിയറി അങ്ങനെയൊക്കെ പറയും, പ്രാക്ടിക്കലി കാര്യമൊന്നും നടക്കൂല എന്ന്. മനസ്സിലായോ? അദ്ദേഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം യേശുക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യവും ദൈവരാജ്യത്തിലെ പുതിയ സൃഷ്ടിയും ബൈബിൾ കോളേജിലെ സിലബസിലില്ല. അദ്ദേഹം പഠിച്ചെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന് അത് അറിയില്ല. പക്ഷേ ഇത് ആരെങ്കിലും പറഞ്ഞുകൊണ്ട് ചെന്നാൽ ഉടനെ അവന്മാർ ബഹളം ഉണ്ടാക്കും, ദുരുപദേശം. കാരണം ഞങ്ങളുടെ പഠിപ്പീര് തെറ്റാണെന്ന് ഞാനും പറയും. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സത്യം നാം അറിഞ്ഞെങ്കിലേ നാം സ്വതന്ത്രമാകും, എങ്കിലേ നമുക്ക് പാപം ചെയ്യാത്തൊരു ജീവിതത്തിലേക്ക് കടന്നു വരാൻ പറ്റുകയുള്ളൂ. So once I was preaching this in Dubai, and one of the brothers who listened to the sermon went to his pastor and asked them. Also, in the book of John it says that one who is born of God cannot go on sinning, but we are all sinning quite a lot. And to which the pastor replied to him that that's what the theory says, but practically it's not possible. So the reason the pastor said is that because he is not aware of the new creation, he does not know about the new creation, so how can he know about the fact that one who is born of God cannot sin? एक बार जब दुबई में मैंने इस विषय में प्रचार किया तो एक भाई ने वहाँ के पासबान से पूछा कि साजी जोसेफ ऐसे कह रहे हैं कि परमेश्वर से जो जन्मा है वो पाप नहीं करता, लेकिन हम तो पाप करते हैं, ऐसे कैसे हो सकता है? तो उस पासबान ने उनको जवाब दिया कि प्रचार में कहते हैं लेकिन प्रायोगिक तौर से ऐसा नहीं संभव है। तो उन्होंने ऐसे क्यों कहा? क्योंकि उन्होंने सीखा नहीं है। यीशु मसीह ने प्रचार किया परमेश्वर का राज्य और नई सृष्टि के बारे में उन्हें जानकारी नहीं है। हम सत्य को जानेंगे तो सत्य हमें स्वतंत्र करेगा। പ്രിയ സഹോദരനെ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളിൽ ആത്മാർത്ഥതയുള്ളവർ, ചിലർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയട്ടെ, അതല്ല, അവരോടല്ല, ആത്മാർത്ഥതയുള്ളവർ ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ ഞാൻ എന്തുകൊണ്ടായിരിക്കും പാപം ചെയ്യുന്നത്? ഇല്ലേ? ചിലരൊക്കെ ചിന്തിച്ചില്ലേ? അതിൻ്റെ ഉത്തരം എന്നാണെന്നറിയോ? നിങ്ങൾക്ക് ഈ പുള്ളിയെ അറിയത്തില്ല. മനസ്സിലായോ? പാപം ചെയ്യാൻ കഴിയാത്ത വീണ്ടും ജനിച്ച നിങ്ങളുടെ ഉള്ളിൽ ഈ പുള്ളിനെ
അറിയത്തില്ല. നിങ്ങൾക്ക് ആകപ്പാടെ അറിയാവുന്ന ഈ പുള്ളിയെ മാത്രമാണ്. ഈ പുള്ളി നന്നായിട്ട് പാപം ചെയ്യുകയും ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? ഇവനാണ് പഴയ സൃഷ്ടി, ആദത്തിൻ്റെ വംശം. ഇതുകൊണ്ടാണ് മക്കളെ നമ്മൾ നന്നായിട്ട് പാപം ചെയ്യുന്നത്. So now many of you who are sincere and sitting here may be wondering, so why do I keep sinning? And the reason for that is you do not know the new creation which is represented by Brother Kunjumon here. You are still living in the old creation, and the old creation can sin easily. So that's the reason you are still sinning. आप में से हम में से कई लोग जो सच्चे दिल के हैं, हमने सोचा होगा तो फिर मैं पाप क्यों करता हूँ। तो उसका कारण ये है कि हम नई सृष्टि को हम जानते नहीं हैं। हम में से कई लोग पुरानी सृष्टि, पुराने मनुष्यत्व में ही जी रहा है जो पाप करता है। ഈ ശ്രദ്ധിച്ച്, ആട് ഒറ്റ സൃഷ്ടിപ്പാണ്, പശു ഒറ്റ സൃഷ്ടിപ്പാണ്, പൂച്ച ഒറ്റ സൃഷ്ടിപ്പാണ്. അതുകൊണ്ട് ഒരു പശുവിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു ജീവനെ ഉള്ളൂ. നമ്മൾ ഇരട്ട സൃഷ്ടിപ്പാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം, നമ്മളുടെ ഓരോരുത്തരുടെ ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ വീണ്ടും ജനിച്ചവരുടെ കാര്യമാണ് പറഞ്ഞത്, 2 ജീവനുണ്ട്. ഇത് തിരിച്ചറിയണം ആദ്യം. 2 ജീവനുണ്ട്. ഒരെണ്ണം മരണത്തോടുകൂടെ ഇവിടെ നിന്ന് സോൾ സെപ്പറേറ്റ് ആകുന്നതും മറ്റത് നിത്യം ആത്മാവിനുള്ളതും. ഈ 2 ജീവൻ എൻ്റെയും നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നുള്ള കാര്യം തിരിച്ചറിവ് വേണം. ഈ അറിവൊന്നുമില്ല. ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഇനി ഈ പഴയ സൃഷ്ടിയുടെ അഗ്രചർമ്മവും പരിച്ഛേദനവും ഒന്നുമല്ല കാര്യം പുതിയ സൃഷ്ടിയാ. പുതിയ സൃഷ്ടിയെ ആര് മനസ്സിലാക്കുന്നു? ആര് തിരിച്ചറിയുന്നു? ആര് പറഞ്ഞു കൊടുക്കുന്നു? എങ്ങുമില്ല. ഹല്ലേലൂയ. ഇതാണ് പിശാച് സഭയെ അങ്ങ് ജയിച്ചതൊക്കെയാ. സഭയോട് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, പക്ഷെ ഇന്ന് തോറ്റു കിടക്കുകയാ. ഹല്ലേലൂയ. അതുകൊണ്ട് തോറ്റോടത്ത് കിടന്നുകൊണ്ട് വിളിച്ചു പറയും, ഫറവോന് ഞാനിനി അടിമയല്ല. പക്ഷെ അടിമത്തത്തിൽ കിടക്കുക. ഈ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റാതെ അടിമത്തത്തിൽ കിടക്കുക. പാടിയതുകൊണ്ട് കാര്യമില്ല മക്കളെ. പുതിയ സൃഷ്ടിയിലേക്ക് വന്നാൽ കുഞ്ഞെ നീ ജയിച്ചു എന്ന് സ്വർഗം പറയും. So all the creatures on earth, be it sheep, goat, bull, whatnot, all these creatures have only one life. But you have 2 lives. One is the old creation which dies with this earth and the soul is separated from you, and the new creation which lives on forever because the spirit goes back to our Lord and Savior Jesus Christ. So it is important for us to win. To win, it is important for us to move on from the old creation to the from the old creation to the new creation. We sing song that we are no longer slaves of Pharaoh, but unless we move on to the new creations, we are still slaves of Pharaoh. और इंसान का 2 रचना है, जैसे हमने बताया, जुड़वा रचना है, गाय हुआ, बिल्ली हुआ या फिर भेड़ हुआ, इसके एक ही रचना है। लेकिन इंसान ऐसा नहीं है। जिसने पुनर्जन्म पाया है उसकी 2 रचना है, पुराना मनुष्यत्व और नया मनुष्यत्व। तो इस बात को हमें समझना है, तब हम जाकर नए मनुष्यत्व के अनुसार जी सकेंगे। नहीं तो हम गीत तो गाएंगे कि मैं अभी गुलाम नहीं हूँ फिरों का, लेकिन हम गुलामी में ही चलते रहेंगे। ഞാൻ നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തരാം, ശ്രദ്ധിച്ചേണേ. ആദ്യം പറയുന്ന ആൾക്ക് ഒരു സമ്മാനം. ഈ 2 ജീവനും അകത്തുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വചനം പറയണം. 10 വരെ എണ്ണോ, അതിനും പറഞ്ഞോളാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സമ്മാനം എനിക്ക് തന്നെ. ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. 2 ജീവനും. ഫസ്റ്റ് കൊരിന്ത്യർ 4:16 ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരു ജീവൻ ഞങ്ങളിൽ ദ്രവിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ മറുജീവൻ ഞങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുക. മകളെ, നമ്മുടെ ഉള്ളിൽ 2 ജീവനുണ്ട്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഒന്ന് പഴയ സൃഷ്ടിയുടെ, മറ്റത് പുതിയ സൃഷ്ടിയുടെ. ഹല്ലേലൂയ. വായിച്ചേ 2 കൊരിന്ത്യർ 4:16. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ
അകമയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. കണ്ടോ, പുറമേയുള്ളവൻ ചെടീകൻ മണ്ണുകൊണ്ടുള്ളവൻ, അകമയുള്ളവൻ ആത്മീയൻ സ്വർഗത്തിൽ നിന്ന് ഉള്ളവൻ. പുറമേയുള്ളവൻ ദ്രവിക്കുന്നു, അകമയുള്ളവൻ വളരുന്നു. രണ്ട് ജീവൻ. So initially pastor asked the believers to come up with a verse which shows that there are two men in a person, and the verse is actually 2 Corinthians chapter 4 verse 16, which says, wherefore we faint not, but though our outward man is decaying, yet our inward man is renewed day by day. So here we see about two men. The outward man is decaying, but the inward man is getting renewed day by day. ये बात साबित करने के लिए कि हमारे अंदर दो मनुष्यत्व है, ये वचन बताना चाहते हैं जो पासबान ने कलीसिया से भी पूछा था, 2 कोरिन्ती 4 उसका 16। इसलिए हम हियाब नहीं छोड़ते, यद्यपि हमारा बाहरी मनुष्यत्व नष्ट होता जाता है, तो अभी हमारा भीतरी मनुष्यत्व दिन प्रतिदिन नया होता जाता है. ശ്രദ്ധിക്കുക, ഈ മനുഷ്യൻ്റെ പൗരത്വം എവിടെയാ? ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റും, ഇത്രയൊക്കെ ആയ ശ്രദ്ധിക്കുക. എവിടെയാ പൗരത്വം? ഭൂമിയിലാ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ജഡീക മനുഷ്യന് അല്ലേ, കാണാൻ പറ്റും അല്ലേ, കാണാൻ പറ്റും. ഈ മനുഷ്യൻ്റെ പുതിയ സ്ത്രീയുടെ പൗരത്വം എവിടെയാ? സ്വർഗത്തിലാ. ഹല്ലേലൂയ. കാണാൻ പറ്റുമോ? കാണാൻ പറ്റത്തില്ല. പിടുത്തം കിട്ടിയ? അപ്പോൾ കാണാൻ പറ്റുന്ന മനുഷ്യനും കാണാൻ പറ്റാത്ത മനുഷ്യനും. കാണാൻ പറ്റുന്നത് പഴയ സൃഷ്ടി, കാണാൻ പറ്റാത്തത് പുതിയ സൃഷ്ടി. ഇനി തൊട്ട് താഴെ പറയുകയാണ്, പൗലോസ് പറയുകയാണ്, ഞങ്ങളുണ്ടല്ലോ നിങ്ങളെപ്പോലെയല്ല എന്ന്. അവിടെ പറയാണ്, കാണുന്നതിനെയല്ല ഞങ്ങൾ നോക്കി പാർക്കുന്നേ, കാണാത്തതിനെയാണ് ഞങ്ങൾ നോക്കി പാർക്കുന്നത്. മനസ്സിലായോ? കാരണം കാണുന്നത് സെമത്തേരി കൊണ്ട് തീരും, കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഇത് മനസ്സിലായാൽ പിന്നെ നിങ്ങൾ ഇതിൻ്റെ പുറകെ പോകില്ലേ? പിടുത്തം കിട്ടിയാ? പുതിയതിൻ്റെ പുറകെ പോകില്ലേ? എന്തുകൊണ്ടാണ് പുതിയതിൻ്റെ പുറകെ പോകാത്തേ? ഇത് പറഞ്ഞു തരാൻ ആരുമില്ല അല്ലേ? ഇത് പറഞ്ഞ് ആരുടെയെങ്കിലും അടുത്തേക്ക് വന്ന് ഉടനെ പറയും, ദുരുപദേശം ദുരുപദേശം, ഓടിക്കും ദുരുപദേശം. അല്ല മക്കളെ, യേശു വന്നപ്പോഴും സഭക്കാരൊന്ന് ഓടിച്ചു. അവസാനം പറഞ്ഞ് കള്ളനായ ബറാബാസിനെ തന്നാൽ മതി, ഇവനെ ക്രൂശിക്കാൻ. യേശു എന്താ ദോഷം ചെയ്തേ? സത്യമല്ലേ പറഞ്ഞേ? ഹല്ലേലൂയ. അതുകൊണ്ടാ യേശു പറഞ്ഞത്, നിങ്ങൾ ആരെൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. പ്രിയ കുഞ്ഞുങ്ങളെ, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ഇനി പുതിയ സൃഷ്ടിയാണ് കാര്യം, പഴയത് ഇവിടം കൊണ്ട് തീരും. So as we learn now, there are two creations, and the old creation, which is the old man, is decaying. This is the man that we can see. The new man, on the other hand, is invisible and is being renewed because of our faith. And as Paul continues in his verse, which is 2 Corinthians chapter 4 verse 17, he says, for our light and momentary troubles are achieving for us an eternal glory that far outweighs them all. So we fix our eyes not on what is seen, but on what is unseen, since what is seen is temporary, but what is unseen is eternal. So the old man which we can see will decay and perish, but the new man is eternal. And once you realize this, you will no longer be focusing on the old man which will perish, but on the new man which is going to live forever. पुराना मनुष्यत्व जो है वो बाहरी मनुष्यत्व है, उसका अंत हो जाएगा, वो मर मिट जाएगा. लेकिन नया मनुष्यत्व जो है वो भीतरी है, वो आँखों से देखा नहीं जाता है, वो नश्वर नहीं है. पौलुस कहता है वो हमारे तरह नहीं है, वो कहता है हम देखी हुई वस्तुओं के लिए नहीं, अनदेखी वस्तुओं के लिए जीते हैं, उसकी इंतज़ार करते हैं. क्योंकि जो देखी हुई वस्तु वो थोड़े दिन के हैं, अनदेखी वो सदा बनी रहती है. इन बातों को हम समझेंगे तब हम उसके पीछे चलेंगे, लेकिन हमें समझाने वाला कोई नहीं है. ശ്രദ്ധിക്കുക, ഇവരുടെ രണ്ടുപേരുടെയും പ്രൊഫഷൻസ് ശ്രദ്ധിക്കുക. ഈ പുള്ളി ചിലപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവറായിരിക്കാം, IT എഞ്ചിനീയർ ആയിരിക്കാം, അല്ലെന്തെങ്കിലും ബിസിനസ്സുകാരനായിരിക്കാം, പാസ്റ്ററായിരിക്കാം, പള്ളിയിലച്ചനായിരിക്കാം, ആരും ആയിക്കോളെ. ആരെങ്കിലുമൊക്കെ ആയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ 50, 55, 60 വയസ്സൊക്കെ ആകുമ്പോൾ പറഞ്ഞു വിടും, റിട്ടയറായി. അതിനുശേഷം കുറച്ച് ദിവസമുള്ള സെമിത്തേരിയിലേക്ക് പോകും. ഇതാണ് പുള്ളിയുടെ വിഷയം. എന്നാൽ ഈ പുള്ളി ആരാണെന്നറിയാമോ? പ്രപഞ്ച സൃഷ്ടാവിൻ്റെ മകനാണ്. 2, യേശു ക്രിസ്തുവിൻ്റെ സഹോദരനാണ്. മറ്റൊന്ന്, ഈ ഭൂമിയുടെ രാജാവാണ്. മരണമില്ലാത്തവനാണ്.
സൃഷ്ടികർമ്മം നോക്കുക. മരണമില്ലാത്തവനാണ്, നിത്യം ജീവിക്കേണ്ടവനാണ്. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടാൽ പിന്നെ എങ്ങോട്ടേക്ക് തിരിയുമായിരുന്നു? ഈ വ്യക്തിയിലേക്ക് തിരിയുമായിരുന്നു. ഇത് പൗലോസ് കണ്ടിട്ടാണ് ഈ പറയുന്നത്. പൗലോസ് പറയാണ്, ഈ വ്യക്തി ജീവിക്കുന്ന സ്വർഗരാജ്യത്തിലും ഈ വ്യക്തി ജീവിക്കുന്ന ഭൂമിയിലും. ഇത് പുറകിലുള്ള ജീവിതം. ഞങ്ങൾ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി ക്രിസ്തയേശുവിൽ, ആദത്തിലല്ല, ക്രിസ്തയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ഞങ്ങൾ ലാക്കിലേക്ക് ഓടുകയാ. നമ്മൾ ഓടാത്തതിൻ്റെ കാരണം ഇത് കണ്ടിട്ടില്ല, ഈ വിരുത് കണ്ടിട്ടില്ല. ഇത് കണ്ടവനോടും കാണാത്തവൻ ഓടത്തില്ല. അവൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഉറക്കെ പിടിച്ച് പ്രാർത്ഥിക്കുക, ഉറക്കെ ആരാധിക്കുക, ഒരു കാലയിലും കൂടി പറയും അന്നെങ്കിൽ ഇപ്പൊ കിട്ടും എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റവൻ ഇതൊന്നുമല്ല. യേശു പറഞ്ഞു, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെ നിന്റെ പുറകെ എത്തും. ഹല്ലേലൂയ. So the old creation is what we see, and the old creation, maybe he's the physical being that you see, maybe he's an auto rickshaw driver, or maybe he's an engineer or a businessman and whatnot, and he will do his work on earth. He may work till 60-65 years, after which he will retire, and few years after that he will go to the dust and perish. On the other hand, the characteristics of the new creation is that the new creation is the Son of God. He's a Son of God, and he's also the brother of our Lord and Savior Jesus Christ, and he's also eternal. He never dies. And once you realize this, once you have seen the old man, once you have seen the new man, you will be fixing your eyes on the new man, and rather than on the old man, because as Paul says that he's leaving behind leaving behind what is there and running towards the prize that is in heaven, and this prize is only available for the new man. पुराना मनुष्यत्व, उसकी नागरिकता इस धरती पर ही है, वो बीत जाने वाला है, वो ख़त्म हो जाता है। लेकिन नया मनुष्यत्व, उसका नागरिकता स्वर्ग में है, वो अनश्वर है, परमेश्वर, सृष्टिकर्ता परमेश्वर का पुत्र है, यीशु मसीह का भाई है, और वो शासन करने वाला है, तो वो उसका कभी अंत नहीं होता है। यदि हमने नए मनुष्यत्व के बारे में अगर हमें मालूम होता तो हम उसके लिए ही हम परिश्रम करते हर रोज़। जैसे पौलुस कहता है, मैं पिछला सब छोड़कर मैं आगे की ओर दौड़ता हूँ, ताकि मेरे लिए मेरे सामने जो रखा हुआ तोहफा उसको मैं पा सकूँ। ഹല്ലേലൂയ. മനസ്സിലായോ? ഇനി അടുത്ത ചോദ്യം, നാം എന്തുകൊണ്ട് ഈ പുള്ളിയെ കാണാതെ? നാം എപ്പോഴും കാണുന്ന ആരെയാ? പുതിയ സൃഷ്ടിയോ പഴയ സൃഷ്ടിയോ? പഴയ സൃഷ്ടി. നാം എന്തുകൊണ്ട് ഈ പുള്ളിയെ, പുതിയ സൃഷ്ടിയെ കാണാതെ പഴയ സൃഷ്ടിയെ കണ്ടുകൊണ്ടിരിക്കണേ? കാരണം ആ വേട് എഴുതിയേക്കണുണ്ടോ? 4:16 അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ. ഏത് മനുഷ്യൻ? അപ്പോൾ ഏത് മനുഷ്യനാ പുറത്ത്? ഈ സ്ട്രക്ചർ എങ്ങനെയാ? നിങ്ങൾ ഇതിൻ്റെ വെള്ളത്തേങ്ങ കാണാത്ത എന്താ? ഇത് തേങ്ങയാണോ? അറിയോ നിങ്ങൾക്ക്? ഇതെന്താ സംഭവം? തേങ്ങ. നിങ്ങളിതിൻ്റെ ഉള്ളിലെ വെള്ള കാണുന്നുണ്ടോ? അത് കാര്യം എന്താ? ചില പറഞ്ഞ് പൊളിക്കാത്തതുകൊണ്ടോ? അപ്പോൾ മനസ്സിലായല്ലോ, വെള്ളത്തേങ്ങ അകത്താ അല്ലേ? അകത്താ. ഈ തൊണ്ട് ഇത് പുറത്താ അല്ലേ? ഇനി ആ വാക്യം നോക്കിയേ. സോറി, ആ വാക്യം മാറിപ്പോയോ? ആ വാക്യം നോക്കിയേ. അതിൻ്റെ 16-ാം വാക്യത്തിൽ പറയുകയാണ്, ഞങ്ങളുടെ, എൻ്റെ പുറമെ വായിച്ചു നോക്കിയേ, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ളവൻ. അപ്പോൾ ഇതിൻ്റെ പുറമേ കാണുന്ന പുറമേ തൊണ്ട. ഹല്ലേലൂയ. അപ്പോൾ ഈ പഴയ സൃഷ്ടിയാണ് നമ്മുടെ വീണ്ടും ജനിച്ചവരുടെ കാര്യം പറയുന്നത്. നമ്മുടെ പുറമേ. ഈ പുള്ളി അകമയാ. പുതിയ സൃഷ്ടി അകമയാ. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ. അപ്പോൾ ഇവരെ എങ്ങനെ സ്ട്രക്ചറൈസ് ചെയ്യാം? ഈ വ്യക്തി പുറത്തും ഈ വ്യക്തി
അകത്തുമാണ്. പഴയ സൃഷ്ടി പുറത്ത്, പുതിയ സൃഷ്ടി അകത്തുമാണ്. അതുകൊണ്ടാണ് നാം പുതിയ സൃഷ്ടിയെ അറിയാത്തത്. കാരണം പഴയ സൃഷ്ടി എങ്ങനെ ജീവിക്കുന്നവരാ? മൃഗത്തിൻ്റെ ജീവിതശൈലി കടമെടുത്ത് ജീവിക്കുന്നവരാ ഇവർ. കാഴ്ചയാൽ ജീവിക്കുന്നവരാ. അതുകൊണ്ട് പുറമേ ഉള്ളതാണ് ഇവർ കാണത്തുള്ളൂ. So now you may be wondering, why is it that I am not able to see the new man? Well, if the pastor showed you a coconut, and are you able to see the fruit of the coconut, the part that we eat? No, we don't. We only see the crust. And how do we see the fruit of a coconut? And someone said you need to tear the coconut, and inside that you can get the actual pulp of the coconut. In the same manner, the Bible says in the book of Corinthians, 2 Corinthians chapter 4 verse 16, for which cause we faint not, but though our outward man perish, yet the inward man is renewed day by day. So there is an outward man, and the old creation is the outward man, but the new creation is actually inside the outward man. It's inside the old creation, and therefore you are not able to see the new creation. हम नए मनुष्यत्व के बारे में क्यों नहीं जानते हैं या उसके लिए कुछ नहीं करते हैं? क्योंकि जिस प्रकार हमने 2 कोरिन्थी 4:16 में पढ़ा, वहाँ लिखा है, इसलिए हम हियाव नहीं छोड़ते, यद्यपि हमारा बाहरी मनुष्यत्व नष्ट होता जाता है, तो भी हमारा भीतरी मनुष्यत्व दिन प्रतिदिन नया होता जाता है. यहाँ जो हमने पढ़ा है, पुराना मनुष्यत्व वो बाहर है, लेकिन नया मनुष्यत्व जो है वो भीतर है. इसलिए हम नहीं देखते, इसलिए हम उसके बारे में विचार नहीं करते. जैसे कि नारियल जो दिखाया था पासवान ने, वो उसका बाहरी छिलका है, लेकिन सफ़ेद भाग जो है वो हम क्यों नहीं देख पाते हैं? क्योंकि वो अंदर है. बाहरी छिलका अगर हम खोलेंगे तो हम अंदर के भाग को देख पाएंगे. അപ്പോൾ നമുക്ക് ഇവരൊന്ന് സ്ട്രക്ചറൈസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളണം, ഇങ്ങനെയാണ് നമ്മളുടെ ജീവിതം എന്ന് മനസ്സിലാക്കിക്കോളണം. അപ്പോൾ വിൽസം മുമ്പോട്ട് വാ. ഇതാ പഴയ സൃഷ്ടി. ഇനി വീണ്ടും ജനിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്നാന്ന് പറയുന്നത്, പുറകിൽ വാ, നിന്നോ, കൂടി നിന്നോ. ഇതാ പുതിയ സൃഷ്ടി. ഇവർ രണ്ടിനെയും കൂടെ ഇതാ ഒറ്റ റാപ്പിൽ പൊതിഞ്ഞിട്ടിരിക്കുക. മനസ്സിലായോ? അപ്പോൾ എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ പുതിയ സൃഷ്ടിയുണ്ട്, പുറമേ പഴയ സൃഷ്ടിയുണ്ട്. ഈ പുതിയ സൃഷ്ടി നമ്മുടെ അകത്തുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. പഴയ സൃഷ്ടി ആദത്തിലും പുതിയ സൃഷ്ടി ക്രിസ്തുവിലുമാണ്. ഇതുകൊണ്ടാണ് ഈ മർമ്മം നമുക്ക് പറഞ്ഞു തന്നെ, എന്നാലും നമുക്ക് മനസ്സിലാകുന്നില്ല. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ഇത് യുഗങ്ങൾക്ക് മറഞ്ഞു കിടന്നൊരു മർമ്മമാണ്. ഇപ്പോൾ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നു. ഇപ്പോഴെങ്കിലും അറിയുക, ആദത്തിൽ പഴയ സൃഷ്ടിയിൽ നാം മരിക്കുന്നു, ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയിൽ നാം ജീവിപ്പിക്കപ്പെടും. പക്ഷെ നമ്മുടെ ഒരു ഡ്യൂട്ടി ഉണ്ട്, പഴയതിൽ നിന്ന് പുതിയതിലേക്ക് നമ്മുടെ ഹൃദയം മാറണം. ഇതാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിൽ ലക്ഷ്യമാക്കി ക്രിസ്തുയേശു ദൈവത്തിൻ്റെ പരമയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുകയാണ്. അല്ലാണ്ട് ചുമ്മാ ഞാൻ യേശു ഉയർത്തി ആരാധിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതാ യേശു പറഞ്ഞത്, എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്നവരെന്നു അല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് നീ ദൈവത്തിൻ്റെ പുത്രനായി, ഈ ഒളിഞ്ഞു കിടക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായി നീ വെളിപ്പെടണം. സർവ്വസൃഷ്ടികൾ ഈറ്റുന്നതോടെ കാത്തിരിക്കുക. എന്തിനു വേണ്ടി? ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി. എവിടെ നിന്ന്? മനുഷ്യപുത്രന്മാരുടെ ഉള്ളിൽ നിന്ന്. ഹല്ലേലൂയ. പഴയ സൃഷ്ടി മനുഷ്യപുത്രനാണ്, പുതിയ സൃഷ്ടി ക്രിസ്തുവിലുള്ള ദൈവപുത്രനാണ്. ഈ തിരിച്ചറിവ് സഭയെ നിങ്ങൾക്കുണ്ടാകണം. ഇത് മറന്നു പോകരുത്. നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവം നിങ്ങൾക്ക് തന്നതാണിത്. ഇത് ഏറ്റെടുത്ത് മുട്ടുമേനിന്ന് ഇത് അങ്ങനെ തന്നെയോ എന്ന് ദൈവസന്നിധിയിൽ പരിശോധിച്ച് അതങ്ങനെ തന്നെയെന്ന് ദൈവത്തിന് ഉറപ്പ് പ്രാപിച്ച് ജീവിതത്തിൽ നിധിയായി എടുത്തുകൊണ്ട് പോ. വളരെ രക്ഷപ്പെടുക. ക്രിസ്തുവിൽ പിതാവുമായി ഒരു കുടുംബമായി ഒന്നായി മാറുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. So let's structurize what we just discussed right now. So you have the old creation which is depicted by Wilson here, and once a person is born again, the new creation who is Kunjuman brother, who is represented by Kunjuman brother here, gets born, and he is hidden within the old creation. And there is a cover. Our human body is a flesh that covers this entire
both of these creations. And this is a mystery which the Bible says that the hope of glory, Christ the hope of glory within you. So the Christ the hope of glory is within you. This is the new creation that is in you. And we should not forget about this. As Paul said, we should move on from the old creation to new creation so that we can inherit eternal life. यहाँ पर जैसे हम मंच पर देख रहे हैं, हमारे अंदर पुराना मनुष्यत्व है जो आगे खड़ा है और साथ ही साथ नया मनुष्यत्व है जो पीछे है। ये दोनों भी हमारे शरीर नामक वस्त्र से, कपड़े से ढांपा गया है। यही बात वचन में हमसे कहा जाता है कि मसीह जो महिमा का आशा है तुम्हारे अंदर निवास करता है। तो पुनर्जन्म पाकर हमें नई सृष्टि को प्रकट करना है। जो लिखा है वचन में, सारी सृष्टि पुराने परमेश्वर का पुत्र, जो नई सृष्टि है, परमेश्वर के पुत्र है, उनके प्रकट होने के लिए वे तरस रहे हैं। तो इसके लिए ये हमको इसके ओर बढ़ना है, पिछले सारे बातों को भूलकर मसीह यीशु में परमेश्वर ने हमारे लिए जो लक्ष्य रखा है उसके ओर दौड़ना है। ഹല്ലേലൂയ. പ്രിയ കുഞ്ഞുങ്ങളെ, മനുഷ്യൻ്റെ ഇരട്ട സൃഷ്ടിപ്പിനെ കുറിച്ച് മനസ്സിലായോ? ഇത് നമ്മളിൽ നടന്ന, ഇത് നമ്മൾ തിരിച്ചറിയാതിരുന്നത് കൊണ്ട് യാതൊരു കാര്യമില്ല, നമുക്ക് നഷ്ടമാണ്. അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കി നിങ്ങൾ ധ്യാനിച്ച് ഉറച്ച് വേണം അടുത്ത ആഴ്ച വരാൻ. കാരണം ഒരു മെയ്സൺ ഒരു മതിൽ കെട്ടുമ്പോൾ ആദ്യത്തെ ഒരു 3 കല്ല് വെച്ചിട്ട് അവിടെ നിർത്തും. അത് വെള്ളമൊഴിച്ച് ഒന്ന് സെറ്റായിട്ട് വേണം അതിൻ്റെ മുകളിൽ വീണ്ടും കെട്ടാൻ. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കണം. ഇപ്പോൾ നമ്മൾ എന്തിനുള്ള പുറപ്പാടാ? പിശാചിൻ്റെ ജപ്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയുള്ള പുറപ്പാടാ. പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അതിനു മുമ്പ് നല്ല ഫൗണ്ടേഷനൊക്കെ ഇട്ട് പുതിയ സൃഷ്ടിയിലേക്ക് വന്നില്ലെങ്കിൽ ഞാൻ ഒന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ ഒന്ന് ചിന്തിക്കും, ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ പറയും അതോ അങ്ങനെയല്ലോ ഞങ്ങൾ കേട്ടത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണമെങ്കിൽ നിങ്ങൾ പുതിയ സൃഷ്ടിയെക്കുറിച്ച്, പുതിയ ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ സംശയം ഒരിക്കലും തീരത്തില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, മനസ്സിലാക്കുക, നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇവരെ വിട്ടോട്ടെ. ഓക്കെ, ട്രാൻസ്ലേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഇവരെ വിടാം. ഓക്കെ, ഗോ ഹെഡ്. So dear brothers, please try to understand this and pray about this, because unless you know about the new creation, much of what we said you will not be able to understand. So let's pray. इसलिए प्रिय लोगों, हम विश्वास करते हैं कि आपको इन बातें समझ में आया होगा। हमने आज मनुष्य के जुड़वा सृष्टि या 2 मनुष्यत्व है उसके बारे में आज हमने सीखा। अगर इसको हम नहीं समझेंगे, नए मनुष्यत्व को, नई सृष्टि को अगर हम नहीं समझेंगे तो शैतान का पकड़ा जाना, ये सारी बातें हमें नहीं समझेगा। तो आइए हम प्रार्थना करेंगे। ഗ്ലോറി ടു ഗോഡ്. ഇവർ നല്ലൊരു ശുശ്രൂഷയല്ലേ ചെയ്തേ? ഇല്ലേ? നിങ്ങൾക്ക് സന്തോഷമാണോ? ഓക്കെ, ദൈവത്തിന് നന്ദി പറയും. നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. ദൈവം നിങ്ങളോട് സംസാരിച്ചോ? അങ്ങനെയെങ്കിൽ എല്ലാ മഹത്വം ഒരുമിച്ച് ദൈവത്തിന് കൊടുത്താട്ടെ. വി താങ്ക് യു അപ്പാ. താങ്ക് യു മക്കളെ. ചെന്നാട്ടെ. ഓ ലോർഡ്, താങ്ക് യു. ട്രാൻസ്ലേറ്റ് ചെയ്ത മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കൂട്ടായിരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവസ്ഥനിൽ എഴുന്നേറ്റ് നിൽക്കാം. ഫാദർ, വി താങ്ക് യു. സൂമിലായിരിക്കുന്ന എല്ലാവരും മറക്കാതെ ദൈവത്തിന് നന്ദി കൊടുക്കുക. ഹല്ലേലൂയ. നന്ദി പറയുമ്പോൾ ഇതാ ഒരു സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് നിങ്ങൾ സാധനങ്ങൾ വാങ്ങിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കൗണ്ടറുണ്ട്, പേയ്മെൻറ്റ് കൊടുക്കേണ്ട. അതുപോലെ ദൈവത്തിൽ നാം പ്രാപിച്ച് ദൈവം തിരിച്ചു കൊടുക്കേണ്ട കാര്യമാണ് ദൈവത്തിനുള്ള മഹത്വം. അത് കൊടുക്കാൻ ആരും മറന്നു പോകരുത്. അങ്ങനെയെങ്കിൽ നമുക്കത് ഉപയോഗിക്കുവാനായിട്ട് കഴിയും. ദൈവം സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, മനുഷ്യനിലെ ഇരട്ട സൃഷ്ടിപ്പിനെക്കുറിച്ച് ഞങ്ങൾ ഇതുവരെയും ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. എല്ലാ ജീവജാലങ്ങളെപ്പോലെയാണ് ഞങ്ങളും ചിന്തിച്ചത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്നു എല്ലാ ജീവജാലങ്ങൾക്കും ഒറ്റ സൃഷ്ടിപ്പേ ഉള്ളൂ. എന്നാൽ മനുഷ്യനിൽ ഇരട്ട സൃഷ്ടിപ്പുണ്ടെന്ന് വിശുദ്ധ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ കാണിച്ചതിനായി നന്ദി. എല്ലാ ജീവജാലങ്ങൾക്കും ഒരു സൃഷ്ടിപ്പുള്ളത് കൊണ്ട് അതിന് ഒരു ജനനമേ ഉള്ളൂ. എന്നാൽ ഞങ്ങൾക്ക് 2 സൃഷ്ടിപ്പുള്ളത് കൊണ്ട് ഞങ്ങൾക്കൊരു ജനനവും പിന്നെ വീണ്ടും ജനനവും ഉണ്ട്. ഈ ഒരു തിരിച്ചറിവൊക്കെ അങ്ങ് ഞങ്ങൾക്ക് തന്നതിനായി നന്ദി. ജനിച്ചത് മരിക്കാനും വീണ്ടും ജനിച്ചത് ഭരിക്കാനുമാണെന്നുള്ള ആ അറിവ് അങ്ങ് ഞങ്ങൾക്ക് തരുന്നതിനായി നന്ദി. പ്രിയ നല്ല പിതാവേ, ഞങ്ങളുടെ ജഡമനസ്സിന് ഈ ചിന്തകളൊന്നും ഏറ്റെടുക്കുവാനുള്ള കഴിവില്ല. എന്നാൽ അങ്ങ് ആ പുതിയ സൃഷ്ടിയിലെ ആ പുതിയ തുരുത്തിയാകുന്ന മനസ്സ് ഞങ്ങൾ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരണമേ. പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ വെച്ചാൽ അത് ഒഴുകിപ്പോകുമല്ലോ അപ്പാ. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലാണല്ലോ വെക്കേണ്ടേ. അതുകൊണ്ട് ഈ ശബ്ദ കാഴ്ച പരിധിയിൽ ഇപ്പോഴും എപ്പോഴും
കേൾക്കുന്ന ഏവർക്കും ആ പുതിയ തുരുത്തി പ്രാവർത്തികത്തിൽ വരുവാൻ അങ്ങ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. നിത്യം ഇവർ അനുഗ്രഹീതരായി ഇനി പുറമേയുള്ള പഴയ സൃഷ്ടിയെ അല്ല, അകമേയുള്ള പുതിയ സൃഷ്ടിയെ വിശ്വാസ കണ്ണാൽ കാണുവാൻ, അപ്പോൾ ആ ജീവജല നദി പുറത്തിറങ്ങുന്ന ആ പുതിയ സൃഷ്ടിയെ ഒന്ന് രുചിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രിയ നല്ല പിതാവേ, ഈ ഹോളിൽ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന എല്ലാ ജനത്തെയും തുടർന്ന് ശ്രവിക്കുന്ന ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടേതായ പഴയ സൃഷ്ടിയിലുള്ള എല്ലാ ആവശ്യങ്ങളുടെ മേലും അങ്ങ് കൂട്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയ നല്ല പിതാവേ, അപ്പോൾ തന്നെ പുതിയ സൃഷ്ടിയിൽ ഞങ്ങൾ വളരേണ്ട ആവശ്യകതയെക്കുറിച്ചും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഈ ജനത്തെ എല്ലാം അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ സർവ്വ നന്മകളാലും ഈ മക്കളെ അങ്ങ് അനുഗ്രഹിച്ചിരിക്കുന്നത് ഇവർ പ്രാപിപ്പാൻ അങ്ങ് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് എനിക്ക് നൽകിയ അങ്ങയുടെ ജീവൻ, ദർശനം, സമാധാനം, ഐശ്വര്യമെല്ലാം ഈ മക്കളുടെ മേൽ കൽപ്പിക്കുകയാണ്. ഈ മക്കൾ ഈ അനുഗ്രഹങ്ങളാൽ നിറയപ്പെടട്ടെ. ദൈവത്തിൻ്റെ ആത്മാവിനാൽ, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ ഈ മക്കൾ നിറയപ്പെടുവാനായിട്ട് ഇടയാകട്ടെ. വചനം തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് അത് അവരുടെ ഹൃദയത്തിൽ ഒരു മഴ പോലെ പെയ്യിക്കുവാൻ തക്കവണ്ണം ദൈവകൃപകളാൽ ഈ മക്കൾ നിറയട്ടെ. ഓരോ നിമിഷവും ഞങ്ങളെ ദൈവം ഉയർത്തുമ്പോൾ കൂടുതൽ താഴ്മയുള്ളവരായി യേശുവിനെ പോലെ ഞങ്ങളായിത്തീരുവോ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിൽ ആരെങ്കിലും രോഗികളായിട്ട് ആയിരിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണര അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സൗഖ്യം ഈ മക്കളുടെ മേൽ സ്വീകരിച്ചാട്ടെ. യെസ്, ആരെങ്കിലും പാപത്തിൻ്റെ കണികയിലായിരിക്കുന്നുവെങ്കിൽ യേശു രക്തത്താൽ കഴുകപ്പെട്ട് ആ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചാട്ടെ. ദൈവം നമ്മുടെ സകല അകൃത്യങ്ങളെ ക്ഷമിക്കുന്നു, രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ സൗഖ്യം ഈ മക്കൾ പ്രാപിക്കട്ടെ. ദൈവത്തിൻ്റെ സൗഖ്യം ഇപ്പോഴും എപ്പോഴും ഈ ശബ്ദം ആരെല്ലാം കേൾക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ ഈ വചനത്തിൻ്റെ ശക്തി വെളിപ്പെടുവാനായിട്ട് ഇടയാകട്ടെ. കുടുംബങ്ങളിൽ സമാധാനം കൽപ്പിക്കുന്നു, കുടുംബങ്ങളിൽ അനുഗ്രഹം കൽപ്പിക്കുകയാണ്. എല്ലാ കുടുംബങ്ങളുടെ ഉള്ളിലും ദൈവം മക്കൾ തമ്മിൽ പരസ്പര സ്നേഹം വർദ്ധിക്കട്ടെ. അതിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സർവ്വമഹത്വം പിതാവെ ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. ഒരു പ്രാവശ്യം കൂടി അങ്ങ് തന്ന വചനത്തിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഹോളിൽ ശബ്ദ കാഴ്ചപരിധി ഞങ്ങളോടുകൂടെ ട്യൂൺ ചെയ്ത് എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ എല്ലാ സാറ്റർഡേ വൈകിട്ട് ഇതാ ബൈബിൾ ക്ലാസ് ഉണ്ട്. 9 മണിക്ക് ബൈബിൾ ക്ലാസ് ഉണ്ട്. അതോടൊപ്പം തന്നെ മാസത്തിൽ ഒരാഴ്ച മാത്രം അത് 7:30 എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. ധ്യാനത്തിൻ്റെ ആ സമയത്ത് മാത്രം. ബാക്കി എല്ലാ സൺഡേകളിലും ദൈവം അനുവദിക്കുന്നെങ്കിൽ സഭായോഗമുണ്ട്. നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ഒരുമിച്ചായിരിക്കാം, ദൈവ കുടുംബമായിരിക്കാം, ക്രിസ്തുവിൽ വളരാ, സ്വർഗീയ പിതാവുമായി ഒരു കുടുംബമായി ഒന്നായി മാറാം. അതിനായി ക്രിസ്തു നമ്മളെ ക്ഷണിക്കുകയാണ്. ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളിൽ ഒന്നായി തീരുവാനുള്ള ആ സ്വർഗീയ കുടുംബത്തിൻ്റെ ആഗ്രഹം, ആ ഇൻവിറ്റേഷൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇതാണ് സുവിശേഷം. അതുകൊണ്ട് ആരെങ്കിലും രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരാതിരിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് യേശു മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ക്രിസ്തുവിനെ നമ്മുടെ കർത്താവ് രക്ഷിതാവുമായി ഏറ്റുപറഞ്ഞ ക്രിസ്തുവെ അനുസരിച്ച് സ്വർഗീയ പിതാവിൽ എത്തിച്ചേരുവാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്, ഇൻവൈറ്റ് ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത റിട്രീറ്റ് ഏപ്രിൽ 7 നമുക്ക് ഒരുമിച്ച് ക്രിസ്തുവോട് ചേർന്ന് മനുഷ്യരെ പിടിക്കുന്നവരാകാം. ദൈവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. പ്രൈസ് ദി ലോർഡ്.